രതീഷ് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്തു. എന്ത്? അയ്യോ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചതല്ലേ പാട്ട്. ഒരു പാട്ട് ഞാൻ എന്റെ മുമ്പിൽ അരിപ്രശ്നാണത് സംസാരിച്ചപ്പോ ലാലേട്ടനായിട്ടുള്ള മീറ്റിംഗ്. അത് പൊളിഞ്ഞിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? സിനിമ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പോയിട്ട് കണ്ടു. ഇത്തിരി വെള്ളം കൊടുത്ത സത്യം പുറത്തോട്ടല്ലേ ശേഷം ചായ ടോക്സ് വിത്ത് വൈബർ ഗുഡ്. അതെ, ഇനി അടുത്ത കൊല്ലം ചോദിക്കുമ്പോ ഇനോഗ്രേഷൻ ചെയ്ത് എന്നെ വെച്ചിട്ടാ. അതെ, വെച്ചിട്ട് കേട്ടായിരിക്കട്ടെ. ഹായ് ഹലോ നമസ്കാരം ഗൈസ്, ചായ് ടോക്സ് വിത്ത് വൈബർ ഗുഡ്. അങ്ങനെ പോഡ്കാസ്റ്റിന്റെ ഇനാഗുറേഷൻ ഇന്ന് നടന്നിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രേയേഴ്സ് ഒക്കെ ഉണ്ടാവണമെന്ന് ഞാൻ പറയാണ്. സോ ഒരു കടുപ്പമുള്ള ചായയിൽ നിന്നും ഉണ്ടായ സൗഹൃദങ്ങൾ ഒരുപാട് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. ഒരു കടുപ്പമുള്ള ചായയിൽ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനും അവരുടെ വിശേഷങ്ങൾ കേൾക്കാനും അതേപോലെ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാനുമായിട്ടാണ് മെയിൻ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശം. സോ let's start our program. Keep supporting. Thank you. ഫസ്റ്റ് എപ്പിസോഡിൽ ഇദ്ദേഹത്തിനെ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പാട്ട് എന്താ സകലകല വല്ലഭൻ, എല്ലാത്തിലും എങ്ങനെയായാലും പൂച്ച പോലെ 4 കാലിൽ വീണോണ്ട് വൺ തരത്തിൽ പോസിറ്റീവ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ആള് വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, ബിഗ് ബോസ് സീസൺ 6 രതീഷ് ഏട്ടനും രതീഷന്റെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ അമ്മു ചേച്ചിയുമാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. താങ്ക് യു സോ മച്ച് രതീഷ് ഏട്ടാ. അമ്മു ചേച്ചി, താങ്ക് യു സോ മച്ച്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഉറപ്പായിട്ടും വച്ചടി ഈ 4 കാലിൽ വീഴുന്ന സംഭവം അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുമ്പ് കാണുമ്പോ എനിക്ക് ഒരു പാട്ടാണ് ഓർമ്മ വന്നത്. ഈശ്വരാ, അതെ, സുഗമോദേവിയാണോ? അല്ല, സുഗമോദേവി അല്ല. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു കണ്ടാളി അക്ഷരപ്പൂവിൻ തേൻകൂടം വാർന്നോ സുന്ദരി മഴവില്ലിന്റെ വർണ്ണങ്ങൾ അഴകില്ലിന്റെ ചായങ്ങൾ. വരി പറഞ്ഞു എന്നാലും ഇത്രയും പാടിയല്ലോ. താങ്ക് യു സോ മച്ച്. ഫുൾ ഈ ഷോ കൊണ്ടുപോകാനുള്ള ഒരു വൈബെങ്കിൽ ഇപ്പൊ തന്നെ കിട്ടിയത്. അമ്മ ചേച്ചി പറഞ്ഞു ആ പാട്ട് നമുക്കറിയാം, നമ്മൾ ബിഗ് ബോസിൽ ഒരുപാട് പാട്ടും സംഭവങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്, അറിയാനുണ്ട്. അപ്പൊ നാട്ടിലെ അമ്മാവൻ സുഖമായിട്ടിരിക്കണോ? നാട്ടുകാരുടെ അമ്മാവൻ സുഖമായിട്ടിരിക്കുന്നോ? അതൊക്കെ നമ്മൾ അറിഞ്ഞു. നമ്മളിതൊക്കെ അറിയാനാണോ പാട്? നേരത്തെ എനിക്ക് വേറെ കാര്യം അറിയാം. ഈ 4 കാലിൽ വീഴുന്നൊക്കെ പറഞ്ഞല്ലോ, ആ 4 കാലിൽ വീണ കാരണമാണ് ആദ്യത്തെ ഔട്ടായി പോകുന്നത്. അതിന്റെ വേറെ സെപ്പറേറ്റ് സെക്ഷൻ തന്നെ വരുന്നുണ്ട്. നമ്മൾ 4 കാല് വീണു ഇപ്പൊ എയറിലായതുകൊണ്ട് 4 കാല് ചവിട്ടാൻ നേരമില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഒരുപാട് വേറെ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ എങ്ങനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം വിശേഷങ്ങൾ. സുഖമായിട്ട് പോകുന്നു. കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ട് പോകും. ഇവിടുത്തെ വിശേഷം, ഇവിടുത്തെ ഏറ്റവും മെയിൻ വിശേഷമാണ് പോഡ്കാസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഓൾമോസ്റ്റ് 7-8 ഇയേഴ്സിന്റെ ആഗ്രഹമായിരുന്നു ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ. എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഒബ്സർവ് ചെയ്യാനും കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫാൻ നോക്കിയിരിക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ ഒരു ചായ പരിപാടി തുടങ്ങിയാലോ. അങ്ങനെ തുടങ്ങി 2 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ചായ കുടിച്ചില്ലേ? 1 ഗ്ലാസ് കുടിച്ചില്ലേ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ? അതെ, ഇപ്പൊ ചായ വേണല്ലേ? പാല് വേവിച്ചോണ്ടിരിക്ക. പാല് നന്നായിട്ട് വേവണം, അതാണ് അല്ലേ ചേച്ചി? കുക്കിംഗ് ഒക്കെ ഞങ്ങൾ കൊച്ചിക്കാര് കാച്ചാറാ പതിവ്. എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം എങ്ങനെ വൈബറിനെ കാണുമ്പോഴല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല കുട്ടിയാന്ന്, പിന്നെ മനസ്സിലായി തറയാന്ന്. ദേവുവിനെ കാണുമ്പോ ഫസ്റ്റ് ഒരാള് കാണുമ്പോ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അടുത്തൊരു നല്ല തടിച്ചിട്ടുള്ള ഒരാള്, എന്നെക്കാളും ഒരു നല്ല ഹൈറ്റും നല്ല വെയിറ്റും ഒക്കെ ഒരാള് എന്റെ അടുത്ത് അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം എനിക്ക് വൈബറിനെ അടിപൊളിയാ. മിണ്ടി കഴിഞ്ഞാണ്ടല്ലോ പാവാണ്, ഭയങ്കര പാവെന്ന് പറഞ്ഞ അല്ലേ? ഞാൻ ഇങ്ങനെയാണ് വൈബറെന്ന് വിചാരിച്ചില്ല. ഭയങ്കര തൊട്ടാവാടിയാണ്, ഭയങ്കര പാവാണ്. അതെ, ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു. അതെ അല്ലേ? അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് എന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. നാട്ടുകാരുടെ അമ്മാവൻ. അങ്ങനെ ശരിയാ, ഞാൻ നാട്ടുകാരുടെ അമ്മാവൻ തന്നെയാണ്. അതൊരു എന്താണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? അതിൽ നിന്ന് ഒരു ആത്മസന്തോഷം ഉണ്ടല്ലോ. അതെ, നാട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടുകാരെ മാത്രം ചെയ്യാൻ പോലെ അല്ലേ? നമ്മള് വീട്ടുകാര്യങ്ങൾ അല്ല, വഴക്കിടാൻ വേറെ സെക്ഷൻ ഞാൻ തരാം. ഇപ്പൊ ഇത് പറയും.
ഇത് ഞങ്ങളെ അടിപിടിക്കാനുള്ള ഷോ ആണ്. അല്ല, പക്ഷെ ഞാൻ അവിടെ എത്തിക്കും. ഞാൻ വീട്ടുകാരെ ഞാൻ ചെയ്യാറില്ല ഡി എന്ന് പറഞ്ഞപ്പോഴേ ഇതിപ്പോ നാട്ടുകാരെ പൊങ്കാലിടും. രതീഷ് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്തു. അല്ല ഞാൻ പറയും, ഞാൻ വീട്ടുകാരെ ഞാൻ ഭംഗിയായിട്ട് നോക്കുന്ന ഒരാളാണ്. ഞാനൊരു ഫാമിലി മാനാണ്. എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്റെ വീട് തന്നെയാണ്. പക്ഷെ എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുക, വീട്ടിലേക്ക് വരിക, വീട്ടുകാരെ മാത്രം നോക്കുക, വീണ്ടും ജോലിക്ക് പോവുക, അങ്ങനത്തെ ഒരു അങ്ങനെ ഒതുങ്ങാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു ഒതുങ്ങുന്ന ഒരാളല്ല ഞാൻ. ഞാൻ അമ്പലങ്ങളിൽ ഒരുപാട് പോകുന്ന ആളാണ്. അമ്പല കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പൊ അമ്പലങ്ങളായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പൊ തിരുവമ്പാടി ആയാലും പൂങ്കം ശിവക്ഷേത്രമായാലും അയ്യപ്പ സേവാ സംഘമായാലും കുഞ്ഞേ തോതിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലായാലും ഒക്കെ നമ്മള് പൊതുപ്രവർത്തനം ഒരുപാട് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് ഒരിക്കലും എന്റെ കാര്യം മാത്രമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് സംഘടനകളിൽ കൊണ്ട് തലയിട്ടിട്ടുണ്ട്, മെമ്പറാണ്. അത് എനിക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല, ഞാനൊരു ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല. എന്നെ ഒരുപാട് ആൾക്കാർ ചെയ്തു തുടങ്ങി. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് മാക്സിമം നീ യൂസ് ചെയ്യാതെ നീ എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാത്തത്, നീ എന്തുകൊണ്ട് ഫേസ്ബുക്ക് തുടങ്ങാത്തത്? ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴും ആക്റ്റീവായിട്ട് ഇപ്പൊ വൈബറിന് ഞാൻ വൈബറിന് വിളിക്കണം. അല്ല അപ്പൊ ദേവകുട്ടി, അതെ കുഞ്ഞു പെങ്ങളല്ലേ, ദേവകുട്ടിക്ക് എന്താ സംഭവം ഈ യൂട്യൂബ് ചാനലിൽ ആക്റ്റീവ് ആയ കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറെ കൺസിസ്റ്റൻസി ഫോളോ ചെയ്ത് പോകണം. അതില് ജനങ്ങളുടെ ഇടയിൽ നമുക്ക് മറവി വരും. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിച്ചിട്ടല്ല ദേവകുട്ടി ചെയ്യുന്നത്. എനിക്കറിയാം, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിച്ചിട്ടല്ല, ദേവുവിന്റെ ഒരു പാഷൻ, വീഡിയോ ചെയ്യാനും സംസാരിക്കാനൊക്കെ ഇഷ്ടമായതുകൊണ്ട്. അതേപോലെ തന്നെ ഞാനൊരു സെലിബ്രിറ്റി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ബിഗ് ബോസ് 6-ലായിരുന്നു, അതായത് സീസൺ 6-ലാണ് ഞാൻ പങ്കെടുത്തത്. ഈ 5 പേരുടെ സീസൺ, ദേവുവിന്റെ ഒക്കെ സീസൺ ഞാൻ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ദേവു ഔട്ടായി പോയപ്പോ കരഞ്ഞ ഒരാളാണ്. വെള്ളം കൊടുക്കും, വെള്ളം എവിടെ, ടിഷ്യൂ എവിടെ? ഞാൻ പൊതുപ്രവർത്തനം മനസ്സിലായി. ഇങ്ങനെയാണെങ്കിൽ അധികം എനിക്ക് പറഞ്ഞാലേ അവിടെ കണ്ട ഒരാളല്ല ഞാൻ ബിഗ് ബോസിൽ ഭയങ്കര വഴക്കാളിയായിരുന്നു. ഞാനത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് എന്റെ ഫേക്ക് ഫേസ്. വഴക്കൂടുന്ന രതീഷിനെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആൾക്കാരായിട്ട് ഇണങ്ങി പോകുന്ന, എല്ലാവരും സന്തോഷിപ്പിച്ച് കൊണ്ടുപോകുന്ന, എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന, തല്ലുകൂടാത്ത രതീഷാണ് ജീവിതത്തിൽ ഒറിജിനൽ രതീഷ്. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ ഞങ്ങളൊന്നും കണ്ടില്ല. അതാന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജിക്കൽ ഗെയിം അല്ലേ, ഗെയിമില് മുന്നോട്ട് വരുന്നത്. അപ്പൊ നമ്മള് ആദ്യത്തെ ആഴ്ച ഞാനത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് എന്റെ ഒരു റിയൽ ഫേസ് എനിക്ക് കാണിക്കാൻ പറ്റും. ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ എനിക്ക് എന്റെ റിയൽ ഫേസ് കാണിക്കാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ്. ഞാൻ എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാത്തിനും തലയെടുക്കുന്ന ഒരാളാണ്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ സോപ്പിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. എന്നിട്ട് എന്തോരം ടാങ്കില് വെള്ളം തീർന്നു. പൊതുവെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ശുദ്ധ മനസ്സർക്ക് ഒരു പ്രശ്നമുണ്ട്. എല്ലാത്തിലും കയറി ഇടപെട്ടിട്ട് അവസാനം നമ്മൾ തന്നെ പ്രശ്നക്കാരാവും. അതായത് ഇഷ്യൂ തുടങ്ങിയത് വേറെ ആരെങ്കിലും ആയിരിക്കും. അതിപ്പോ രതീഷേട്ടൻ പോയി സംസാരിച്ചു, പിന്നെ രതീഷേട്ടനാണ് ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. രതീഷ് അപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു വിഷയം ആവില്ലായിരുന്നു. അങ്ങനെ എത്ര സോപ്പ് പെട്ടി കിട്ടി. അത് വീട്ടിലിങ്ങനെ വച്ചേക്കല്ലേ ഒതുക്കി. അല്ല കറക്റ്റ് എണ്ണം ഇവിടെ അറിയാം എത്ര സോപ്പും പെട്ടി ഉണ്ടെന്ന്. എനിക്ക് ബിഗ് ബോസിൽ കയറാനായിട്ട് മുന്നേ നമ്മൾ ഓഡീഷനൊക്കെ കഴിയില്ലേ, ഓഡീഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കോൾസ് അവിടെ വരും. നമ്മളെ ഭയങ്കര കെയറിംഗ് ആണ് ബിഗ് ബോസുകാര്. അതായത് ഓഡീഷൻ നമ്മൾ ഏകദേശം സെലക്ട് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ അതാണ് ഇതാണ് ഫുൾ അപ്ഡേഷൻ, അങ്ങനെ സെലക്ഷൻ ആണെന്ന് അവർ പറയില്ല. പക്ഷെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു നമ്മൾ ഭയങ്കരമായിട്ട് കയറും. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പ്രോഗ്രാമിൽ നിരന്തരമായിട്ട് വിളിക്കുന്ന ഒരാളെ ഭയങ്കര ഡെഡിക്കേഷൻ ആണ് പ്രേക്ഷകരെ. എല്ലാ ദിവസവും വിളിക്കും, ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, ഞാൻ അങ്ങനെയാണ്. ആ കുട്ടിയുടെ ഒരു ഡെഡിക്കേഷൻ. അല്ല, രതീഷേട്ടന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി ഫ്രാങ്ക് നമ്മൾ പറയാലോ, നമ്മളിപ്പോ ഒരു കാര്യം തുടങ്ങുമ്പോൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് ഈ നോക്കി ചിരിക്കുന്നവരെല്ലാരും സ്നേഹം കൊണ്ട് ചിരിക്കണം എന്നില്ല. കുറെ ആൾക്കാർ
ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. നമ്മള് രക്ഷപ്പെടുന്നതിൽ ഉള്ളവരുണ്ട്, രക്ഷപ്പെടരുതെന്ന് വിചാരിക്കുന്നവരുണ്ട്, എന്നാൽ രക്ഷപ്പെട്ടോ എന്നറിയുന്നവരുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ കുറെ കാറ്റഗറിയുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ രതീശ്വരനെ ഞാൻ അന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിളിക്കുക എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഇറങ്ങിയപ്പോഴും പൂരത്തിനാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. അമ്പലത്തിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ലൈക്ക് അത് ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റിന്റെ താഴെ നിൽക്കണേ, അതിനൊക്കെ വലിയ പ്രകാശത്തിൽ ഒരാൾ ചിരിച്ചിരിക്കണേ. അപ്പൊ ചോദിച്ചത് ആരാടാ ഇത്രയും വലിയ വിളിച്ചെന്ന് പറയുമ്പോൾ രതീഷ് ചേട്ടൻ. അപ്പൊ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു പോന്നു, 2-3 വാക്കറ്റ് സംസാരിച്ചു. അത് കഴിഞ്ഞ് വിളിച്ചിട്ട് മേളൊക്കെ ആയിരുന്നു. അപ്പൊ സംസാരിച്ച് രതീഷ് ചേട്ടൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പൊ ഒന്നും എവിടെ എത്തിയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ കിടക്കുക. ഈ മനുഷ്യൻ അത് നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി. എല്ലാം ശരിയാവട്ടാ കേൾക്കുമ്പോൾ ശരിയാവാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നും. അപ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആംബിയൻസും അറ്റ്മോസ്ഫിയറൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ കൊണ്ടു നടക്കണം എന്നാണ്. അപ്പം ഇനി ഞാൻ കുറച്ച് പോസിറ്റിവിറ്റി തരാം, കുറച്ച് വെള്ളം കുടിക്കാം. നമുക്ക് എന്താ സംഭവം അറിയോ, നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കെയർ ചെയ്ത് കൊണ്ടുപോകാം. എനിക്ക് തരാൻ പറ്റുന്ന എന്താ, എനിക്ക് കുറെ ക്യാഷ് അല്ലെങ്കിൽ കുറെ കാശ് തന്ന് സന്തോഷിപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വലിയ കാശുകാരനൊന്നുമില്ല. എനിക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല. നമുക്ക് തരാൻ പറ്റുന്ന എന്താ, കോൺഫിഡൻസ്. നമുക്ക് തരാൻ പറ്റുന്നത് സന്തോഷമാണ്, നമുക്ക് സപ്പോർട്ടാണ് തരാൻ പറ്റുന്നത്. ദേവുവിന്റെ ഉയർച്ചയിൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കണം. ദേവു ഉയരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന കാരണം എന്താണെന്ന് പറയുന്നത്. അതെന്താ കാരണം? ദേവു ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ നമ്മൾ എത്തിക്കുമല്ലോ, ആ ഒരു പ്രതീക്ഷയുണ്ട്. അതാണ് അത് എന്റെ കൂട്ടുകാരുടെ ചുറ്റുപാടുള്ള. ഞാൻ വലിയ നിലയിൽ എത്തിയാൽ എന്നെ മറക്കരുത്, എന്നെ മറക്കരുത്. ഞാൻ വലിയ നിലയിലെത്തി എന്നെ മറക്കരുത്. അതല്ല രസം അറിയോ, എനിക്ക് കുറെ കൂട്ടുകാരുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അവരൊക്കെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അവരുടെ പൊസിഷനൊക്കെ ഞാൻ എടുത്ത് പറയും, അവൻ ഇന്ന സ്ഥലത്ത് ഇന്ന ഇതാണ്. എനിക്ക് സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എന്റെ അനൂപ്, സന്യാള്, ശ്രീനാഥ്, സുജിത്ത്, കിഷോർ എന്നൊക്കെ പറഞ്ഞാൽ രാജു എന്നൊക്കെ പറഞ്ഞാൽ കുറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതിലൊരാള് ബാങ്കിൽ ഉണ്ടാവുമല്ലോ സുഹൃത്തുക്കള്. ഇതിലിപ്പോ ചൊവ്വയിലുണ്ടോ? ചൊവ്വയിലില്ല. എന്താ അടുത്തോണം വരുമ്പോ ഉണ്ടാവണം. രസം അറിയോ, അപ്പൊ അവര് വലിയ പൊസിഷനിലാവുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ അങ്ങനെ ഉയരങ്ങളിൽ എത്തണം, അതല്ലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദേവു ഏറ്റവും വലിയൊരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നാളെ ദേവുനെ എനിക്ക് വിളിച്ച്, ദേവു അതെ ഞാനൊരു ചെറിയ യൂട്യൂബർ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. കുട്ടി ക്വസ്റ്റ്യൻസ് ആണ്, ആനത്തല ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. അതിൽ കുറച്ചൊക്കെ ഈ പറഞ്ഞ മാതിരി ആരോടാ ഞാൻ പറയണേ, നമ്മളൊക്കെ സംസാരിക്കുന്ന ജീവികളാ അല്ലെ, വായ്ത്താളം നമുക്ക് ഭയങ്കര കൂടുതല. അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും തരേണ്ട കാര്യമൊന്നുമില്ല. അരിപ്രശ്നാണത് സംസാരിച്ചു പറ്റത്. അപ്പൊ കുറച്ച് ചെറിയ സംഭവങ്ങൾ അത് നീട്ടാം കുറയ്ക്കാം. അമ്മു ചേച്ചിക്ക് പറയണെങ്കിൽ അമ്മു ചേച്ചിക്ക് പറയാം. അത് പോട്ടെ, ഞങ്ങള് തമ്മിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഉയരുമ്പോൾ അമ്മു ചേച്ചിക്ക് സന്തോഷമുണ്ട്. എന്ത് പേഴ്സണൽ കാര്യം? നിങ്ങള് നാട്ടുകാരുടെ അമ്മാവനായതുകൊണ്ട് അറിയാൻ പാടുണ്ട. അത് ഞാൻ എന്താ വിളിച്ചു ചോദിച്ചു? ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ഇല്ലെന്ന് തോന്നണ. അതല്ല, മോഹമൊന്നും പറയില്ല. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചെറിയ കാര്യങ്ങളാണേ. ഈ പറഞ്ഞ മാതിരി, ഈ പറഞ്ഞ പോലെ എന്ത്? അയ്യോ വേണ്ട, മറ്റേ വേണ്ട, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ചു തരാം, അതേപോലെ പാടണം കേട്ടോ. ഇല്ല, എനിക്ക് തൊണ്ടവേദന. ആദ്യമായി കണ്ടെന്നാളൊന്നും എന്റെ വരില്ല. ഞാൻ ശ്രമിക്കാം. സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ, ഒന്നും ആരും ശ്രദ്ധിക്കൊന്നും വേണ്ട. നമസ്കാരം. അപ്പൊ തന്നെ ഇനിയിപ്പോ ട്രോള് എന്റെ വക ഫ്രീ. നോക്കട്ടെ, അറിയില്ല കറക്റ്റ് ആയിട്ട്. എനിക്കറിയില്ല കേട്ടാ, തലയിലാവും എന്തായാലും, വയറിലായില്ലേലും. നോക്കട്ടെ. രതീഷേട്ടന് ഇഷ്ടമുള്ള പാട്ടാണ്, രതീഷേട്ടന് ഇഷ്ടമുള്ള ആളുടെ പാട്ടാണ്. എന്നാലും ഞാൻ ശ്രമിക്കാം. കൂടെ പാടിക്കൊള്ളണം, ഞാൻ കൈ നീട്ടുമ്പോ പാടിക്കൊള്ളണം. ഓക്കെ.
കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളിയിരക്കല കസവും കൊണ്ടുകൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലകൾ നോൽക്കും ഇളനീരിൻ തീര മധുരം എല്ലോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ ബാക്കി എന്താ നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി മുല്ലോർക്കുളമുള്ളിൽ നീട്ടി പാട്ട് പഠിപ്പിക്കാൻ വന്നതാ. അമ്മു ചേച്ചി ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അമ്മു ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങള്. സോ ഹാപ്പി. ട്യൂഷൻ ക്ലാസ് എങ്ങനെ പോകുന്നു? കാക്കിരി പിക്കിരി പിള്ളേരാണോ? ഇല്ല, വിശേഷം ചോദിച്ചില്ലേ? അതിന്റെ ഉള്ളില് ഒരു രക്ഷയില്ല. ഞാൻ നോക്കുമ്പോഴല്ലോ ട്യൂഷൻ ടീച്ചർ ആന ഒരു കുട്ടി പുറത്ത് കയറി ഇരിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. അപ്പൊ BSc BEd കഴിഞ്ഞിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ടച്ച് വുഡ് എന്താന്ന് പറയുക ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, നമ്മളിങ്ങനെ ക്ലിൻഡൻ മോണിക്ക ബന്ധം ഒരു മൂന്ന് 4 ദിവസം നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഷീ നോസ് വാട്ട് യു ആർ ലൈക്ക്. എന്താണ് ആഗ്രഹം, എന്താണ് പാഷൻ, ഓരോ അറിയാം. അപ്പോൾ അതിനെ ഒരു ലൈക്ക് കംപ്ലൈന്റ് പറയാതെ അല്ലെങ്കിൽ ഒന്ന് ഇത് ചെയ്യാതെ ഫുൾ സപ്പോർട്ടാണ്. ലൈക്ക് രതീഷന്റെ ആഗ്രഹം എന്താണ് അത് തന്നെയാണ് ചേച്ചിയുടെ ആഗ്രഹം. അതായത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാരുണ്ട് ലൈക്ക് അതാണ് പാഷൻ ഇതാണ് പാഷൻ അങ്ങനെ. അത് പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ അന്ന് ചേട്ടൻ പറഞ്ഞത് ലൈക്ക് ഇങ്ങനെ ട്യൂഷൻ ക്ലാസ്സിന്റെ താല്പര്യമുണ്ട്, അപ്പൊ അതിന് വേണമെങ്കിൽ പറയാം ഇപ്പൊ കുട്ടികളുണ്ട് തിരക്കാണ് അതാന്ന് പറയും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് അവരുടെ ഒരു പാഷൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതെ, തിരിച്ചും മറിച്ചും. എന്നെ ഒരുപാട് എന്റെ അമ്മു സഹിക്കുന്നത് എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ എന്നെ സമയത്തിന് ഒരു സ്ഥലത്ത് കിട്ടാറില്ല. പിന്നെ എന്നെ കൊണ്ട് ആവുന്ന വിധം ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ BSc കഴിഞ്ഞു, BEd കഴിഞ്ഞു, ജോലി ആവുന്നില്ല എന്നുള്ള കംപ്ലൈന്റ്. അപ്പൊ ട്യൂഷൻ സെന്റർ തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. ട്യൂഷൻ സെന്റർ തുടങ്ങിക്കോളാൻ പറഞ്ഞു. ട്യൂഷൻ സെന്റർ തുടങ്ങി. അത് 5 കുട്ടികളായിട്ടുള്ളൂ. എന്റെ വീടിന്റെ മുകളിൽ ഞാനൊരു ദിവസം വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോ, എനിക്ക് ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് വന്നപ്പോഴേ മുകളിൽ ഭയങ്കര ബഹളം. ഞാൻ ചെന്ന് നോക്കിയപ്പോ ട്യൂഷൻ ടീച്ചറുടെ പുറകിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് ആന കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. വേറെ പിന്നെ ട്യൂഷൻ ടീച്ചർ, അതായത് ഒരു 4-5 ദിവസം കൊണ്ട് ആ കുട്ടികള് സിങ്കായിട്ട് സിങ്കായി കഴിഞ്ഞു, അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ അത് ഒരു പോസിറ്റീവായിട്ട് കാണുന്നു. ഒരു കുട്ടി വന്നിട്ട്, ചെറിയ കുട്ടിയാണ്, മടിയിൽ കയറി ഇരുന്നിട്ട് മിസ് ചെയ്തെന്താ ചേച്ചി ഇതെന്താ എന്നൊക്കെ ചോദിച്ച് പറയുമ്പോഴേ അതൊക്കെ കണ്ടപ്പോ 4-5 ദിവസമായിട്ട് തുടങ്ങി. അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറച്ച് നാളുകൊണ്ട് ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോലത്തുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ. അപ്പൊ അവര് 4 ദിവസം കൊണ്ട് ഇയാളായിട്ട് സിങ്ക് ആവാണെങ്കിൽ അല്ല രതീഷ് ചേട്ടാ, അന്ന് ആ സിനിമയ്ക്ക് പോയത് ഏതായിരുന്നു? അല്ല, ചേച്ചിക്ക് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ നേരത്തെ ഭയങ്കര മീറ്റിംഗ് ആണ് തിരക്കെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയ്ക്ക് പോയല്ലോ. അതേതായിരുന്നു ആ സിനിമ? അല്ലേ, കൊറേ പോയിട്ടുണ്ട്. ഏതൊക്കെയാ പോരട്ടെ, ഏതാ സിനിമ അത്? ഇമ്പോർട്ടന്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിലല്ലേ? അത് ഏതായിരുന്നു സിനിമ? അത് അവിടെ എന്താ തിയേറ്ററിന്റെ അകത്തിരിക്കണ അമ്മാവന്റെ മോനെ പുറത്തേക്ക് പറഞ്ഞോ? ഇല്ല പറഞ്ഞോ? ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ലാലേട്ടനൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമ്മള് പഴയ പോലെ തന്നെയാണ്. അല്ല, അതല്ല എന്റെ ചോദ്യം. ടോപ്പിക് മാറ്റണ്ട. എന്റെ ചോദ്യം അതല്ല. അമ്മ ചേച്ചി പുറത്തു പോകാൻ വിളിച്ചു, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയായിരുന്നു മീറ്റിംഗ്? തിയേറ്ററിൽ ലാലേട്ടനായിട്ടുള്ള മീറ്റിംഗ്. അത് പൊളിഞ്ഞിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? സിനിമ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പോയിട്ട് കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അല്ല, അപ്പൊ പിന്നെ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നില്ലേ? കാര്യം പറഞ്ഞു പോയാൽ അവിടെ കൊണ്ടുപോകാൻ പറയൂലോ. എന്നിട്ട് കൊണ്ടുപോയില്ലേ? രണ്ടാമതോടെ ഞാൻ കൊണ്ടുപോയി. കണ്ടു കഴിഞ്ഞിട്ട് നല്ല സിനിമ മാത്രം കൊണ്ടുപോകും. ഞാൻ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് സിനിമ ഇരിക്കാറ്? നല്ല ഇതിനല്ല ഇരിക്കാറ് അല്ലേ? ആ
അതിന് ചേച്ചിക്ക് പ്രശ്നമുണ്ടാ? അല്ല അപ്പൊ ഞാൻ ചിലപ്പോ ഇവിടെ മുമ്പിൽ വെച്ചിട്ട് ഇവർക്ക് പ്രശ്നം ഞാൻ കൊണ്ടുപോകാത്തത്. പ്രശ്നം ഇപ്പൊ മനസ്സിലായില്ലേ പ്രശ്നമില്ലാന്ന്? പ്രശ്നമില്ല. ഇവിടെ കണ്ടു പറയണം. അപ്പൊ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട, കൊണ്ടുപോക്കോളൂ. ഓക്കെ, കൊള്ളാം. പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട് നാട്ടിലെ. അമ്മ എന്ന് മാത്രല്ല, റിലീജിയസ് ആണോ? എങ്ങനെയാ? ഭക്തിയുള്ള ആളാണ് കാര്യത്തിൽ. അത് കാര്യമായിട്ടാണ്. കാരണം അറിയോ, ഞാൻ അത് അറിയില്ലേ, ഞാൻ ഭഗവാന്റെ, അതായത് ഞാനിപ്പോ തിരുവമ്പാടി അമ്പലത്തിൽ പോയാലും ഗുരുവായൂർ അമ്പലത്തിൽ, ഏത് അമ്പലത്തിൽ പോയാലും, ശിവന്റെ അമ്പലത്തിൽ പോയാലും, എവിടെ ആയാലും ഞാൻ നടക്കിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ പരിചയമുള്ള ഒരാൾക്കാരൊക്കെ വന്നിട്ട് പറയും, രതീഷെ ഭഗവാനെ കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന വേറൊരു സംഭവം ഉണ്ട്. എന്റെ കൂടെ ഇവര് വരില്ല, കാരണം ഇവര് നേരെ വരാൻ വൈകും. അതായത് നടക്കല് അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പോയി വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെ അറിയോ, ഇവരൊക്കെ തൊഴണത് ഹായ് എന്ന് പറഞ്ഞിട്ട് പോണ ഒരു ആൾക്കാരെ അവര്. കാരണം എന്താ വെച്ചാൽ ഭഗവാനെ എല്ലാം അറിയാം, ഇങ്ങനെ കൈ കൂപ്പിയാൽ മതി, എല്ലാം അറിയാന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ്. അങ്ങനെ ഒരു വിശ്വാസം തന്നെ എനിക്കുള്ളത്. പക്ഷെ ഞാൻ കുറച്ച് എക്സ്പ്രസീവാ. ഞാൻ ഒരു ദിവസം തിരുവമ്പാടി അമ്പലത്തിൽ വെച്ചിട്ട് വിഷുവിനെ പോകുന്നുണ്ട്. തിരുവമ്പാടി അമ്പലത്തിൽ വെച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എക്സ്ട്രീം എത്തിയിട്ട് കൃഷ്ണ ഭഗവാനെ കൃഷ്ണ പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ചപ്പോ തൊട്ടപ്പുറത്തൊരു അമ്മൂമ്മ ഒക്കെ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മ ഈശ്വര ശിവ ശിവ എനിക്ക് ചില്ലറ പൈസ കുറവുണ്ട്. ഞാൻ ഭക്തി മൂന്നിട്ടേ നമ്മളൊക്കെ നമ്മൾ മനസ്സിലല്ലേ നമ്മള് ഭഗവാനോട് മനസ്സിൽ കണ്ട. പക്ഷെ അങ്ങനല്ലേ പ്രാർത്ഥിക്കുക, കാരണം ഓപ്പൺ ആയിട്ടാ സംസാരിച്ചിട്ടേ പ്രാർത്ഥിക്കുക. കമ്മ്യൂണിക്കേറ്റ് എന്താ അറിയില്ല എനിക്ക്. ഞാൻ ഭഗവാനായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഏതായിരുന്നു കോളേജ്? കോളേജ് ചിന്മയ. അവിടെ എന്തായിരുന്നു വട്ടപ്പേര്? പോന്നോട്ടെ. എന്നാലും ഏറ്റവും ലേറ്റസ്റ്റും പെട്ടെന്ന് മനസ്സിലോട്ട് വരണതുമായിട്ടുള്ളൊരു വട്ടപ്പേര് പറയില്ല. കണ്ണൻ ഉണ്ടായിരുന്നോ? കൃഷ്ണൻ. കൃഷ്ണൻ കോളേജിലെ കൃഷ്ണനായിരുന്നോ? ഈ വൺ സൈഡ് ലവിനെ പറ്റി എന്താ പറയാനുള്ളത്? അതായത് ഒരു പെൺകുട്ടി ഇഷ്ടാണ്, പക്ഷെ അത് പോയി പറയാൻ ധൈര്യമില്ല. വളരെ ഭയങ്കര ഒരു പ്രശ്നമുള്ള ശരിക്കും അനുഭവത്തിൽ നിന്ന് പറയണ പോലെ അല്ലേ ആ ഒരു ഫേസ് എക്സ്പ്രഷൻ? അതെല്ലേ, അവിടേക്കാ ഞാൻ എത്തിച്ചത്. എന്തായിരുന്നു ഇത്രയും വർത്താനം? ഇല്ല, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത്രയും എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്ക് പോയിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറ്റിയില്ലേ? പേടിയാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതായത് എന്റെ അമ്മ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അച്ഛൻ അത്ര ഒരു സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല, അമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പോ നമ്മുടെ ഒരു എന്താ പറയാ, ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാണ് അമ്മയെ എന്ന് പറയാൻ കഴിക്കാൻ പോവാണ്. അതിന് ആ കുട്ടി അറിയണ്ടേ ആദ്യം? ആ കുട്ടി അറിയണം. അതറിഞ്ഞില്ലല്ലോ. കുട്ടിയോട് ഞാൻ പറഞ്ഞില്ലേ, അത് എങ്ങനെ അറിയണത്? എന്നിട്ട് ആ കുട്ടി വിളിച്ചിട്ടുണ്ട്. ഞാൻ രതീഷിനോട് ചോദിക്കണ കാര്യം എന്തിനാ അങ്ങോട്ട് കണക്ട് ചെയ്യണേ? ഒരു ഇന്റർവ്യൂ എന്താ ചെയ്യണ്ടേ കാര്യങ്ങൾ? ചേട്ടൻ എന്താ പറഞ്ഞേ? ദൈവം പഠിച്ചിട്ട് വരണിട്ടാ, നന്നായിട്ട് പഠിച്ചിട്ട് വരണിട്ടാ. ഞാനിരുന്ന് പഠിച്ചു. എന്ത്? ഒരാളുടെ കോളേജ്, ഒരാളുടെ ജോലി. എന്നിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറ്റിയില്ല. വിഷമമുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എനിക്ക് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ കുട്ടിയുടെ ക്ലാസ്സിലേക്ക് ഞാൻ എന്റെ ജൂനിയർ ആയിരുന്നു. ആ കുട്ടി ഇഷ്ടമായിരുന്നു. ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമായിരുന്നു പറഞ്ഞാൽ അതെനിക്ക് വെള്ളണ്ടാ ഇത്തിരി വെള്ളം കൊടുത്ത സത്യം പുറത്തോണ്ടല്ലേ അമ്മ ചേച്ചി? അതെനിക്കറിയില്ലല്ലോ. ഞാൻ എന്താ ചോദിച്ചു? നിങ്ങളല്ലേ ചിന്തിക്കാതെ പറഞ്ഞേ? അല്ല ഞാൻ അങ്ങനെയല്ല ചിന്തിക്കാതെ. എന്ത് പറഞ്ഞു? ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അല്ല അല്ല, ഇപ്പൊ അങ്ങനെ പറയാനേ പറ്റൂ. ഇപ്പൊ അതേ പറയുള്ളൂ. കാരണം അതങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമായിരുന്നു ഉദ്ദേശിച്ചത്. അതെങ്ങനെ അറിയാം? അത് എനിക്ക് അറിയാമായിരുന്നു. അതെന്ന് നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഒരു കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലേന്ന് നമുക്ക് അറിയാൻ പറ്റില്ലേ. ആ കുട്ടി എന്റെ 2 വർഷം ജൂനിയർ ആയിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഞാൻ എന്താ ചോദിച്ചാൽ, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോ ഞാൻ ഈ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ +1 പോകും. പക്ഷെ ഒരു കുട്ടിയുടെ ക്രഷ് ഉണ്ടായിരുന്നെങ്കിൽ കോളേജ് മുഴുവൻ എന്താ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കണേ? അത് ഞാൻ എല്ലാവരായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരുമായിട്ട് അങ്ങനെ.
എല്ലാരായിട്ട് അപ്പൊ ആകെ ഒരു crush. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഭഗവാനെ ഞാൻ അങ്ങനെയുള്ള ആളൊന്നല്ല. പിന്നെ എങ്ങനെയാ? ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. എന്തായാലും സിനിമയിലേക്ക് പോയിട്ടുണ്ടാ? ഒരു ക്രഷ് നോട്ടീസ് ആണ്. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവില്ല, ഇവൾക്കും ഉണ്ടാവും, ക്രഷ് ഉണ്ടായിട്ടുണ്ടാവും. ചേച്ചിക്ക് ക്രഷ് ഞാൻ മുളക് മാത്രമേ ക്രഷ് ചെയ്യാറുള്ളൂ അടുക്കളയില്. മറ്റേ സന്ദീപിന്റെ കാര്യം പറയടി. സന്ദീപ് ഉണ്ടായിരുന്നില്ലേ വിജയരാഘവൻ? ഇതൊക്കെ ഇങ്ങനെ വായ നോക്കിയ പെണ്ണുങ്ങളുടെ അച്ഛനായിരിക്കൂട്ടാ. അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. ശരിക്കും പറഞ്ഞാൽ ലവ് മാരേജ് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ സ്നേഹിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ പക്ഷെ കാണുന്നത് എല്ലാ ലവും ഫെയിലിയർ. എനിക്ക് തോന്നുന്നു ഒരു 80% ഫെയിലിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതിലോട്ട് ഞാൻ വരാം. പക്ഷെ എനിക്ക് അല്ല, ഞാൻ തന്നെ പറഞ്ഞോട്ടെ, എനിക്ക് ഒരു കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ കുട്ടിയുടെ ക്ലാസ്സിലേക്ക് പോയിട്ട് പാട്ടൊക്കെ പാടും. അല്ല, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടിരുത്തിട്ട് ഇപ്പൊ എനിക്കൊരു കുട്ടി ഇഷ്ടമായിരുന്നു ഇതും കൂടി കൂട്ടിയിട്ട് 5ാമത്തെ പ്രാവശ്യം പറയണം. അല്ല, ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞില്ല. 5ാമത്തെ പ്രാവശ്യം പറയണം. വാ ചേച്ചി പോവാ നമുക്ക്. ആ കൊച്ചിനെ ഇത് വെറും 501 സോപ്പാട്ടത്. ഇല്ല ചേച്ചി, ഇത് 501 സോപ്പാ. അത് സ്മെല്ലില്ല, ഗുണല്ല. അത് 501 സോപ്പാ. തിരിച്ച് വീട്ടിലോട്ട് പോണ്ടേ? അതിനുള്ളൊരു അതെ അതെ. ഞാൻ ആ കുട്ടീനെ അത് കഴിഞ്ഞിട്ട് കണ്ടിരുന്നു. ഏത് ഞാൻ കാണാൻ വേണ്ടി പോയത് ടൗണിലൊക്കെ വെച്ചിട്ട് കണ്ടിരുന്നു. അതിന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട്. അപ്പൊ ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? എനിക്ക് ഭയങ്കര വിഷമം ആ കുട്ടീനെ കാണുമ്പോൾ. അതെന്തിട്ട്? കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമാണോ? എനിക്ക് ഭയങ്കര അസൂയ. കുട്ടികളും ഭയങ്കര ഹസ്ബൻഡൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ പോണ കാണുമ്പോഴേ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് ആകെ വിഷമം. പക്ഷെ എന്നാലും നേരത്തെ പറഞ്ഞ ഡയലോഗ് മറക്കണ്ട, മുത്ത്. ഓക്കെ, അടുത്ത് രതീഷേട്ടനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ, അത് ഞാൻ അമ്മുച്ചേച്ചി ചോദിക്കാം, തെറ്റിദ്ധരിക്കുന്ന എന്താണ്? ഈ വ്യക്തിയെ പറ്റിയിട്ട് കൂടുതലും തെറ്റിദ്ധാരണ ആളുകളിലോട്ട് വരുന്നത് എങ്ങനെയാണ്? എന്ത് ബേസ് ചെയ്തിട്ടാണ്? ലൈക്ക് ഷോർട്ട് ടെമ്പേർഡ് വേർഡ് ആണോ, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ടോക്റ്റീവ് ആയതുകൊണ്ടാണോ? എങ്ങനെ ഒരു കണ്ണനെ കാണുമ്പോൾ ആൾക്കാർ എനിക്ക് ഭയങ്കര റൂഡാണ്. ചില വിഷയത്തിലൊക്കെ ഇപ്പോഴും ഭയങ്കര റൂഡാ. ചില വിഷയത്തിൽ ഇപ്പോഴും ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര സ്ട്രിക്റ്റാ ചില വിഷയത്തിൽ, ചില പോയിന്റിലൊക്കെ. അപ്പൊ ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോ അപ്പൊ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ജാഡ ക്യാരക്ടറാണ്. ഗുണ്ട ശശിയാണോ? അപ്പൊ മറ്റേത് തൊട്ടേ തിരിച്ചു വന്നിട്ടാ. എനിക്കെന്താ, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ രസകരമായ മൂന്നും ഉണ്ട് കേട്ടോ. അതായത് എന്റെ ഈ പ്രശ്നങ്ങൾ ഇപ്പൊ ദേവ് പറഞ്ഞ 3 എന്റെ പ്രശ്നങ്ങളാണ്. വല്ലാതെ സംസാരം ചില സമയത്ത് വലിയ പ്രശ്നമാണ്. അതെ അതെ. പിന്നെ വല്ലാതെ സഹായിക്കാൻ പോയാൽ അതും ഒരു നമുക്ക് തിരിച്ചടി കിട്ടും. അതെ അതെ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞില്ലേ, അതായത് വല്ലാതെ നമ്മള് എല്ലാവരുടെയും കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ആ ഇറങ്ങി പുറപ്പെട്ട ആളുടെ കാര്യം നേരെ ഊറ്റായിട്ട് നമ്മുടെ തലയിലേക്ക് നമ്മൾ ആരെയാണ് സഹായിക്കാൻ പോയത് അയാള് രക്ഷപ്പെട്ടു പോയിട്ട് നേരെ ഉൾട്ടായിട്ട് നമ്മുടെ തലയിലേക്ക് അത് വരും ചെയ്യും. മാത്രമല്ല, നമ്മൾ രക്ഷപ്പെടുത്താൻ പോയ ആളെ അനുസ്മയുടെ പരസ്യം പോലെ അല്ല. ഞാൻ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇല്ല, എനിക്ക് ഡെയിലി ഒരു 5-6 പണിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെയാണ്, അത് ശീലമായി പോയി. ജനിച്ചപ്പോഴേ ഉള്ള ഒരു കഴിവാണത്. ആര് ജയിക്കും വെറുതെ എന്തിനാ? ഇലക്ഷനിൽ വന്നാൽ എന്തായാലും ജയിച്ചിരിക്കും. തൃശ്ശൂരിന്റെ മുത്താണ്. തൃശ്ശൂരിലേക്ക് വേണ്ട ഏറ്റവും വലിയൊരു കൽക്കനിയാണ് ഈ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷനിൽ എന്തായാലും ജയിച്ചിരിക്കും. പോരെ? ഇനി ഞാൻ പറയുന്നതിന് രതീഷന്റെ ഒരു പെർസെപ്ഷൻ പറഞ്ഞാൽ മതി. വിശ്വാസം എന്താണ്? അതിന്റെ ഒരു എങ്ങനെയാ കീപ്പ് ചെയ്യുന്നത്? ഒറ്റടി ഒന്നുണ്ടല്ലോ. ഞാൻ എന്തൊന്ന് ചോദിക്കണേ? വിശ്വാസം പറ. അതായത് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ നമുക്ക് സ്വയം ഉണ്ട്. എന്റെ അമ്മ അച്ഛനെ
പാസ് തോറ്റുപോയി പറയിച്ചു. വിശ്വാസം നമുക്കിപ്പോ ട്രസ്റ്റ് ഉണ്ടല്ലോ, ഒരു കീപ്പ് ചെയ്യുന്നത് മൊത്തത്തിലൊരു എന്താ പറയാ, നമുക്ക് നമ്മളോടൊരു ട്രസ്റ്റ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഉണ്ടാവും, ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് എന്ന് പറയുന്നതിന് ചേച്ചി എന്തോരം വാല്യൂ കൊടുക്കുന്നുണ്ട്, അത് എങ്ങനെ കീപ്പ് ചെയ്യുന്നത്, എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അത് ഏത് രീതിയിൽ വേണ്ട നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ തോറ്റു. ഫാമിലിയിൽ ട്രസ്റ്റ് ഉണ്ട്. രതീഷേട്ടന് ട്രസ്റ്റ് ബ്രേക്കിംഗ് സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ രതീഷേട്ടൻ ട്രസ്റ്റിന്? ഫ്രണ്ട്സിനെ ഞാൻ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ദേവ് എന്റെ നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ മാറ്റി മാത്രമല്ല എന്റെ അനീതിയാണ്, നല്ല ഫ്രണ്ടാണ്. ദേവിനെ ഞാൻ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണല്ലോ, ദേവ് എന്നെ ചതിക്കണത് ഞാൻ അറിയില്ല. ഇനിയിപ്പോ ദേവ് എന്നെ ചതിക്കാൻ നോക്കി കഴിഞ്ഞാലും ഞാൻ ആ ചതിയിൽ മനഃപൂർവ്വം വന്ന് വീഴും. അറ്റാച്ച്മെന്റ് ഉണ്ട്. ദേവ് എന്നെ ചതിക്കുകയാണെങ്കിൽ ഞാൻ അതിന് വീണ് കഴിഞ്ഞാൽ ദേവിന് സന്തോഷം കിട്ടുകയാണെങ്കിൽ ഞാനിത് വീണു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വെള്ളത്തിൽ പിറന്നു, വായുവിൽ വളർന്നു, വായുവിൽ വളർന്നു, പോടുന്നു, പിന്നെ കൊതുക് കറക്റ്റാണോ ഇത്ര പെട്ടെന്ന് പറയുന്ന വിചാരിച്ചില്ല. അറിയാമെങ്കിലും ഒന്ന് ആലോചിക്കണം, അതിന് അഭിനയിക്കെങ്കിലും ഒന്ന് ചെയ്യും. ഞാൻ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് എഴുതിയതല്ലേ. വേണ്ട, അടുത്ത ചേച്ചിയോടാ. LKG സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ചേച്ചിയല്ലേ, ഇത് അവരോടും കൂടി ചോദിച്ചു നോക്കണം കേട്ടോ. 5 പേരായിട്ടുള്ളൂ മോളെ, അതിനെ കൂടി കട്ടിപ്പിക്കരുത്. ദേവ് ചെയ്ത് ചോദിക്കരുത്, ദേവ് കാല് പിടിക്കാട്ടെ. ചെറിയ ക്വസ്റ്റ്യൻ, പെട്ടെന്ന് മനസ്സിലാവും. ചെറിയ ക്വസ്റ്റ്യനാ. തിന്നില്ല കുടിക്കില്ല, തല്ലാതെ മിണ്ടില്ല. തിന്നില്ല കുടിക്കില്ല, തല്ലാലും മിണ്ടു. ഞാൻ പറഞ്ഞ ആലോചിച്ചിട്ട് അഭിനയിച്ചിട്ട് പറഞ്ഞാൽ മതി, ക്വസ്റ്റ്യനൊന്നും കൊള്ളില്ല. ഇനി 2 കൂടി ഉണ്ട്. 2 കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചായ കൂടിയും തരാം. ഓക്കെ. കയ്യിൽ കയറി മെയിലോട്ട് വന്നു, അതായത് സെറ്റായി. അതെന്താ? കയ്യിൽ കയറി മെയിലോട്ട് വന്നു, ഐ മീൻ ബോഡിയിലോട്ട് വന്നു. കയ്യിൽ കയറി മെയിലോട്ട് വന്നു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും രക്ഷപ്പെട്ട മതിയായിരുന്നു. കയ്യിൽ കയറി മെയിലോട്ട് വന്നു. അത് ഇമ്പോസിഷൻ അല്ല, ആൻസർ പറ. ജൂണാ? എന്ത് ജൂൺ? മെയ്. എന്നാ പിന്നെ മാർച്ച് ഏപ്രിലൊക്കെ അവിടെ പോയി നടക്കാൻ പോയാ. കയ്യിൽ കയറി മെയിലോട്ട് വന്നു. ക്ലൂ പോലും ഞാൻ തരില്ല, കാരണം 2 ആൻസർ കറക്റ്റ് പറഞ്ഞു. അത് പുകയായിട്ടല്ലേ പോണത്. അപ്പൊ എങ്ങനെ മെയിലോട്ട് കയറിയ തലയിലോട്ടല്ലേ കയറി? ഇത് കട്ട് ചെയ്യണോട്ടെ ഈ പറഞ്ഞത്. പിന്നെ മേത്തോട്ട് കയറിയ ഡ്രസ്സ് കയ്യിലേക്ക് കയറി മെയിലോട്ട് വന്നു. കയ്യിലേക്ക് കയറിയിട്ട് മെയിലോട്ട് വന്നത് മാല അല്ല, കയ്യിലോട്ട്. കയ്യിലല്ല, ആലോചിച്ച് നോക്ക്. അതായത് കയ്യിൽ കയറി മെയിലൊളിച്ചു, അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റ് ആൻസർ വേണം, ആ വാക്ക് തന്നെ എനിക്ക് കറക്റ്റ് വേണം, അല്ലെങ്കിൽ ഞാൻ നാണം കിടും. 2 നിങ്ങൾ കറക്റ്റ് പറഞ്ഞു. നിങ്ങൾ ഭയങ്കര കുക്കല്ലേ, ആന്ന് പറ. ഭക്ഷണാണ്, പക്ഷെ ഭക്ഷണത്തിലൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. എല്ലാ ഭക്ഷണവും അങ്ങനെയാണല്ലോ, കയ്യിലെടുത്തിട്ട്. പക്ഷെ എന്നാലും ഇതിന് എനിക്ക് സെപ്പറേറ്റ് ആൻസർ വേണം. ചോറുരുള ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ കഴിക്കില്ലേ? കുക്കിംഗ് ഭയങ്കര ഇഷ്ടല്ലേ? ടപ്പയെന്നൊരു ഡിഷ് പറഞ്ഞേ. അതായത് നമ്മൾ വീട്ടിലൊക്കെ പറയില്ലേ, അമ്മയൊക്കെ പണ്ട് പറയും, ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ തട്ടി കൂട്ടിയൊരു സാധനമൊക്കെ ഉണ്ടാക്കും. അതിന് ഉപ്പും പുളി ഒക്കെ വെളിച്ചെണ്ണയൊക്കെ വെച്ച് ഇങ്ങനെ നല്ലോണം ഞെരടിയിട്ട്. ബജ്ജി അല്ല പോടുന്നേ, ചെറിയുള്ളിയും മറ്റേ ചുമന്ന മുളകില്ലേ, ഡ്രൈ മുളക്, അതിങ്ങനെ ചതച്ചിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ വെച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഞെരടി എടുത്തിട്ട് ചോറ് ഇങ്ങനെ അത് മാത്രം മതി. പിന്നെ മത്തങ്ങരിശ്ശേരി, കൊണ്ടാട്ട മുളക്. അപ്പൊ എനിക്കിപ്പോ ടപ്പയെന്നൊരു ഡിഷ് പറഞ്ഞു തരും ഉണ്ടാക്കാൻ, തട്ടിക്കൂട്ടൊരു സംഭവം. അല്ലല്ല, എന്റെ മുത്തശ്ശൻ കഴിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ മുത്തശ്ശൻ അല്ലല്ല, കാര്യം എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്റെ മുത്തശ്ശൻ പണ്ട് ഒന്നും സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, പപ്പടം പൊടിച്ച് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇതാക്കിയിട്ട് അത് കഴിക്കുന്നു. നല്ല സ്വാദാണ് പറയണേ. അത് ഞാനും കഴിച്ചിട്ടുണ്ട്, നല്ല സ്വാദാണ്. അതെ, അത് സത്യം. നിങ്ങൾ ക്യാമറ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് എന്റെ മുത്തശ്ശൻ ചെയ്തില്ല, നിങ്ങളൊന്ന് നോക്കി നോക്കിക്കോളൂ. കാരണം പപ്പടം പൊടിക്കുക,
കുറച്ച് പഞ്ചസാര ഇടുക. അതേപോലെ നാളികേരം ഉണ്ടല്ലോ, നാളികേരം ഇപ്പൊ പപ്പടം കംപ്ലീറ്റ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് പപ്പടം പൊട്ടിച്ച് പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. അതേപോലെ തന്നെ നാളികേരം ചിരകിയിട്ട് നാളികേരത്തിൽ പഞ്ചസാര ഇടുക, പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നാളികേരം പഞ്ചസാര കൂടി വെച്ചു. അത് പിന്നെ അട ഉണ്ടാക്കിയിട്ട് അതിനുള്ള അല്ലെങ്കിൽ ഇത്തിരി കോഴിക്കട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ പോരെ. ശർക്കരയൊക്കെ ഇടണ്ടേ? വേണ്ട, പഞ്ചസാര ഇടാം. അതേപോലെ പപ്പടം പൊട്ടിച്ച് ഞാൻ വെച്ചിട്ട് ഇട്ടാ നല്ല സ്വാദാണ്. കാര്യമായിട്ട് ഇല്ലില്ല, എന്റെ മുത്തശ്ശൻ കഴിക്കുന്നതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്തൊരു സെറ്റിലോട്ട് പോവാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോ എസ് ആണെങ്കിൽ എസ് പറയണം, നോ ആണെങ്കിൽ നോ പറയണം. ഓക്കെ? ഞാൻ നല്ല അസലായിട്ട് നല്ല എരിവുള്ള കൂട്ടത്തലുണ്ടാക്കും പെട്ടെന്ന്. ഇല്ല, ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുന്ന അറിയോ? ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കും. പെട്ടെന്ന് എൻ്റെ മെയിൻ ഇഷ്ടമാണ് ചേട്ടാ ഈ സാധനം. ഈ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ചുട്ടിട്ട് ചെറിയുള്ളി ഇട്ടിട്ട് പുളി ഇട്ടിട്ട് അതുണ്ടാക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഞെരടിയിട്ട് ആ ചോറ് നല്ലോണം വെന്ത ചോറ് പുളി ഇട്ടിട്ട് അതെ അത് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഇങ്ങനെ കുറുകി വരും ഉള്ളി ഉപ്പിട്ടിട്ട്. അത് എനിക്ക് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത്യാവശ്യം അതിനകത്ത് തറവാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ അമ്മയൊക്കെ ചിലപ്പോൾ പപ്പടം ചുട്ടിട്ട് പൊടിച്ചിടും അതിൻ്റെ ഉള്ളിൽ. ഞാൻ അത് ചെയ്യില്ല, കാരണം ഇത് ഇടുമ്പോഴേക്കും ഇതായി പോകും. പക്ഷെ ഇതും ചോറും ഉണ്ടെങ്കിൽ ഞാൻ കുറേ കഴിക്കും. ലൈറ്റ് റോസ് കളറിൽ അതെ. എന്നിട്ട് നല്ല വെന്ത ചോറാണെങ്കിൽ അതിങ്ങനെ ഉരുട്ടി കഴിക്കുമ്പോൾ കുറേ ചോറ് കഴിക്കുന്നു. അതിനകത്ത് ആ പുളിയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ഒരു ടെസ്റ്റ് വരുമ്പോണ്ടല്ലോ കുറേ ചോറ് കഴിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരണുണ്ട്. ഓടാനല്ലേ, പറയില്ല, എന്തായാലും പറയില്ല. അതായത് ഫോണിൽ കൂടെ സംസാരിച്ച് അലമ്പാവാ. നമ്മൾ പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കില്ല, ഇപ്പൊ ടോൺ ചേഞ്ച് ആയിരിക്കും. മൊത്തത്തിൽ ചളായി. അതായത് ഞാൻ പറയട്ടെ, എനിക്ക് 2 ചേട്ടന്മാരാണ്. എന്റെ ചേട്ടന്മാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇടപെടും. അപ്പൊ എന്റെ ചേട്ടന്മാരെ എന്റെ രണ്ടാമത്തെ ചേട്ടനോട് വീട് പണിയുന്നത്. എന്റെ ചേട്ടന്റെ രണ്ടാമത്തെ ചേട്ടന്റെ അടുത്ത് മോശമായിട്ട് ഒരാള് വിളിച്ച് സംസാരിച്ചു. ആ സംസാരിച്ചത് എന്റെ ചേട്ടൻ വളരെയധികം വിഷമത്തോട് കൂടി എന്നെ വിളിച്ചു പറഞ്ഞു. എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്കത് ഇഷ്ടമായില്ല. ഞങ്ങളൊരു ചോരയാണ്. ഞാൻ അപ്പ അയാളെ വിളിച്ചിട്ട് 80 ഡോസ് ഞാൻ കൊടുത്തു. കാരണം അതല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് ഡോസ് കൊടുത്ത് ഒരുപാട് ഞാൻ വഴക്ക് കൂടി. കാരണം എന്റെ ചേട്ടനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരിച്ചപ്പോ എനിക്കത് ഇഷ്ടമായില്ല. കാരണം ഞങ്ങളൊരു ചോരയാണ്. എന്റെ ചേട്ടന്മാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലുള്ള കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്ന ഒരാളാണ്. എന്റെ വീട്ടിലെ കാര്യങ്ങളിലും അതെ, എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം. എന്റെ ചേട്ടനെ അവര് മോശമായിട്ട് പെരുമാറി എന്തോ ഒരു ചെറിയൊരു ലിങ്ക്സ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നുള്ളൊരു ഇതിലാണ്. ഈ അതിർത്തി തർക്കത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ എന്റെ ചേട്ടൻ ഉള്ളിലേക്ക് കയറ്റിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തൊക്കെയോ ഒരു ചെറിയൊരു ഇതായിട്ട് ഞാൻ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു. സോഷ്യൽ മീഡിയന്ന് ഒരുപാട് എന്താ പറയാ സങ്കടങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ബിഗ് ബോസ് നോ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഒരാഴ്ചയാണ് നിന്നിട്ടുള്ളൂ. 7 ദിവസം കൊണ്ട് എന്റെ വിശ്വാസത്തിൽ ഞാനൊരു 7 ദിവസം കൊണ്ട് 70 ദിവസം കണ്ടന്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഞാൻ നെഗറ്റീവ് ഗെയിംസും കളിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ഗെയിംസും കളിച്ചിട്ടുണ്ട്, ഹ്യൂമറും കളിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിച്ചു തുടങ്ങി. ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇറങ്ങിയതിനു ശേഷം അതൊരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് എല്ലാ ജനങ്ങളും ഒന്നടങ്കം പറഞ്ഞു. അതെനിക്ക് വളരെയധികം സപ്പോർട്ടാണ്. ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു കാര്യമായിരുന്നു. കാരണം എന്താ പറയുക, നമ്മളൊരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ കുറിച്ച് സംസാരിക്കുകയാണ്. രതീഷിനെ എവിക്റ്റ് ആയത് അത് അൺഫെയർ എവിക്ഷൻ ആണ്, അതാണ് ഇതാണ് നമ്മളെ കുറിച്ച് സംസാരിക്കുക. പരിചയക്കാര് വരെ നമ്മുടെ അടുത്ത് ആ ഒരു ഷോയിലൂടെ കുറച്ചും കൂടി വീട്ടിലെ ഒരാളെന്നുള്ള രീതിയിൽ ഒരുപാട്. ഇപ്പൊ ഞാൻ ഔട്ടായതിനു ശേഷം ഒരുപാട് അമ്മമാരല്ലേ എന്നെ വിളിച്ചിട്ടേ എന്റെ ഒരു ഫാൻസ് എന്നൊക്കെ പറഞ്ഞുള്ളതില്ലേ, അതായത് കുറച്ചൊരു ഏജ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അമ്മമാരെന്നെ വിളിച്ചിട്ട് ഒരമ്മ വിളിച്ചിട്ട് കരയായിരുന്നു. മോൻ നല്ല രസമായി. ഞാൻ മോനല്ല കേട്ടോ, ഞാൻ സത്യമായിട്ട് പറയുന്നതാണ്. ആ അമ്മ വിളിച്ചിട്ട് എന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ നമ്പർ ഇട്ട് ചോദിച്ചു. അപ്പൊ എന്റെ പരിചയക്കാരുടെ കയ്യിൽ നിന്ന് എടുത്തതാണ് നമ്പർ. നമ്മുടെ ഒരു തൃശ്ശൂരിലുള്ള ഒരാളാണ്. മോനെ ഔട്ടാവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരഞ്ഞു. എന്നിട്ട് മോൻ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ അമ്മു ചേച്ചിയോടാണ്. രതീഷ് ചേട്ടൻ കുറേ സ്ഥലത്ത് യാത്ര കൊണ്ടുപോകാറുണ്ട്. അപ്പൊ കയ്യിലെന്തോന്ന് വെച്ചേക്കണേ? എന്താ യാത്ര കൊണ്ടുപോകാത്തെ? ഏതാണ്?
ചോദിക്ക് ഇപ്പൊ ചോദിക്ക്. Yes എന്ന് പറയണം. അതൊക്കെ പറഞ്ഞു ഇല്ലില്ല ഇത് അതൊരു വിഷയമുള്ള കാര്യമൊന്നുമില്ല. ദൈവത്തിന് അറിയില്ല. ആ പ്ലക്കാർഡ് പോരാന്ന് പറഞ്ഞ ഞാൻ അയച്ചു കൊടുത്തപ്പോ പറ്റില്ല. അത് yes. ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട്, ഗുരുവായൂർ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അതല്ല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ആ ഹോളിന്ന് കിച്ചണിലോട്ട് കൊണ്ടുപോകാറുണ്ട്. വലിയ കാര്യായേ, ഭയങ്കര സംഭവമായി. ഏറ്റവും എന്താ പറയാ, ചേട്ടനോടാണ് അമ്മു ചേച്ചിയെ പറ്റിയിട്ട്. അമ്മു ചേച്ചി മെന്റലി, അതായത് മൈൻഡ് വൈസ് ഡിസിഷൻ എടുക്കുന്ന ആളാണ്. മൈൻഡ് വൈസ് ആണ് എടുക്കുന്നത്, ഇമോഷണലി ആണ് ഡിസിഷൻ എടുക്കുന്നത്. മൈൻഡ് വൈസ് ഡിസിഷൻ എടുക്കുന്ന ആളാണ്. ആ മൈൻഡ് വൈസ് ഡിസിഷൻ എടുക്കുക. അതായത് നമ്മൾ പറയില്ലേ മൈൻഡും, അതായത് തല വെച്ച് ചിന്തിക്കുന്നു പറയില്ലേ, ചിന്തിച്ചിട്ട് തന്നെയാണ് അവള് ഡിസിഷൻ എടുക്കുക. അപ്പൊ തലേന്നല്ലേ പറഞ്ഞത്, അങ്ങനെ മൈൻഡാവാ? മനസ്സിൽ നിന്ന് എല്ലാം എല്ലാം ഓക്കെ. മനസ്സിലെ തലയിരിക്കണ ഞാൻ yes ന്ന് കാണിച്ചു. എല്ലാം കഴിഞ്ഞു. ഇമോഷൻസ് ബേസ് ഞാൻ ചോദിച്ച ആള് ഭയങ്കര ഇമോഷണൽ ആണെന്നാണ് ഞാൻ പറയുന്നത്. അതെ, ഇമോഷണൽ ആണ്. അല്ല, ചിന്തിക്കാണ്ടേ കൊറേ ചിന്തിക്കാണ്ട് നമ്മള് ഡിസിഷൻ എടുക്കുന്നത്. ഓ വേറൊരു കാർഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതും കാണിച്ചതാ. ഇത് പിടിക്കുക, ഇതും കൂടി കാണിച്ചതാ. അല്ല പിന്നെ മൊത്തത്തിൽ എല്ലാ കാർഡും പിടിച്ചോണ്ടിരിക്കുക. ചുമ്മാ ഇത് നോ അല്ലേ? ആൾ കുറച്ചുകൂടി ബോൾഡ് ആണ്. കുറച്ചും കൂടി ബോൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്റെ അത്ര അല്ല. ഇല്ല, എനിക്ക് ടോക്ക് വൈസ് കുറച്ച് ഭയങ്കര ബോൾഡ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലേ? ആ അപ്പൊ ഞാൻ ദേവു ദേവു ഞങ്ങളും ഭാര്യയും ഭർത്താവും സംസാരിച്ചു. ഇപ്പഴാ കാര്യങ്ങൾ നോക്കിട്ട് എനിക്ക് ഇപ്പഴാണ് സംസാരിച്ചത്. ഞാൻ 1 മണിക്കൂർ അടുത്ത് പിടിച്ചിരുത്തിട്ടാ പോണത്. ആ അത് പറഞ്ഞപ്പോഴാ വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രതീഷേട്ടൻ വന്നിട്ട് കോംപ്രമൈസ് ചെയ്യും. ഭാഷയ്ക്ക് PhD ആണല്ലേ? എന്താ മനുഷ്യൻ ഇങ്ങനെ? നിങ്ങള് എനിക്ക് അവളെ അറിയാം. ആരെ വഴക്കുണ്ടാക്കണ? ആദ്യം വഴക്കുണ്ടാക്കുന്ന ഞാനായിരിക്കും. ഓ ചെറിയ കാര്യത്തിന് ചിലപ്പോ നമ്മള് വലിയ ചെയ്ത് കുഴപ്പ അതൊന്നും പറയില്ലേ. നമ്മള് ചെയ്തത് എന്തെങ്കിലും നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു കറി എടുത്തു, കറിയുടെ ഇത്തിരി ഉണ്ടാവുള്ളൂ, അടച്ചു വെക്കുമ്പോ ഇത്തിരി ഭാഗം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ആഗോള വിഷയം. അമ്പടാ എന്ത് നിങ്ങള് പട്ടാളക്കാമ്പോ അതൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാവുന്നുള്ളൂ. അടച്ചു വെച്ചാൽ മതി. ആൾക്കാരൊക്കെ ചിരിക്കുക, അവിടെ മുഖം പോകും. ഞാൻ ചോദിക്കട്ടെ, എങ്ങോട്ട് നോക്ക്. ആ ഇപ്പൊ അങ്ങോട്ട് പ്ലേറ്റ് കൊണ്ട് നീക്കി വെച്ചാ പോരെ? ആ എന്തിനാ ഇപ്പൊ കുറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കണം? ഞാൻ ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കാറ്. ഞാൻ ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കുമ്പോ ഞാൻ പിന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് വലിയ കാര്യത്തിനായാലും ശരി ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാറില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണട്ടാ, പ്ലീസ് കണ്ണട്ടാ, മിണ്ട് കണ്ണട്ടാ എന്ന് പറഞ്ഞിട്ട് അവള് വരും. അതെനിക്ക് ഉറപ്പാണ്, അവള് കുറെ കഴിയുമ്പോ കണ്ണട്ടാ പ്ലീസ്. പിന്നെ ജാതി കരച്ചിലാണ്. ഞാൻ അപ്പൊ ഞാൻ ഒന്ന് പോസ് ഇടും, വേണ്ട നീ അത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവളെന്റെ അടുത്ത് വരുന്ന അറിയാം, കാരണം എന്റെ ഭാര്യ എന്റെ മുത്താണ്. ഞാൻ മിക്കാറും കരിക്കട്ടെ ആക്കും. അത് ഈ പറഞ്ഞ മതി. അടുത്തൊന്നും മൈൻഡ് ചെയ്യാതിരിക്കട്ടെ ചേച്ചി, വന്ന് മിണ്ടോ നോക്കട്ടെ. എന്നിട്ട് ആ പ്ലേറ്റ് അതെന്താ അങ്ങോട്ട് പോയിട്ട് മിണ്ടിയ? അങ്ങോട്ട് അതിപ്പോ തന്നെ പറഞ്ഞില്ലേ വന്ന് മിണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പോയി മിണ്ടിയാലെന്താ? അയ്യ ചിച്ചി കുട്ടി അപ്പിക്കുട്ടി അത് ആക്ഷേപിക്കരുത് കേട്ടോ. അതെന്താ ചേച്ചി പാവല്ലേ? അതായത് മുഴുവൻ താണ്ട് ഒരു വിഷയാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുട്ടികളായിട്ട് എന്തെങ്കിലും കാര്യത്തിന് ചെറുതായിട്ടൊന്നും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ മക്കളോട് ഞാൻ സോറി പറയാം. അല്ലെ പിള്ളേരെ എടുത്തിട്ട് തല്ലുവേ, ആ പേടിയുണ്ട്. അതല്ല, ഞാൻ ഇവളായിട്ട് വഴക്ക് കൂടുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. മറ്റേ മീൻ ചട്ടിയൊക്കെ തലക്കടിച്ചിട്ട് ആ പാമ്പറിങ് ആ കൊഞ്ചലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉള്ളിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്ത് പറയാൻ കുഴപ്പമില്ല, ഞാൻ സോറി പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് പറഞ്ഞതിന് ശേഷം കോംപ്രമൈസ് അന്വേഷണം മാഷേ
ഞാൻ അറിയാലോ പറഞ്ഞോ സോറി അങ്ങനെ പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ എൻജോയ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാ? ഫാമിലി ലൈഫിൽ അങ്ങനെ കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ഇല്ലേ, ഇത് മാത്രമേ ഞാൻ എൻജോയ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ കുഞ്ഞു കുഞ്ഞു വഴക്ക്. അപ്പൊ അവിടെ വന്നിട്ട് എന്റെ അടുത്ത് പ്ലീസ് കണ്ണേട്ടാ മിണ്ടു കണ്ണേട്ടാ എന്നൊക്കെ പറയുമ്പോ ഞാൻ ഉള്ളില് പാവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനസ്സിൽ എന്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നു. എനിക്കറിയാം അവള് സോൾവ് ചെയ്ത് വരുന്നറിയാം. എന്റെ അടുത്ത് ഒരു 5 മിനിറ്റ് വരെ മിണ്ടാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ് അവള്. എന്നെ ഒരുപാട് സഹിക്കുന്നു. എത്ര ലോങ് പോകും വഴക്ക്? അങ്ങനെയില്ല, അത്രയൊന്നും പോവില്ല. ഞാൻ വഴക്ക് കൂടും. ഇപ്പൊ ഞാൻ ദൈവമായിട്ട് വഴക്ക് കൂടി നേരിടുക, ഞാനത് മനസ്സിൽ വെക്കില്ല കേട്ടോ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്റെ ഉറ്റ സുഹൃത്തായി മാറി. അത് വഴക്ക് എനിക്ക് അപ്പുറത്തേക്കേ ഉള്ളൂ. അത് ഞാൻ ബിഗ് ബോസിൽ ഒരുപാട് ആൾക്കാരോട് വഴക്ക് കൂടിയിട്ടുള്ളതാണ്. എനിക്ക് അപ്പുറത്തേ ഉള്ളൂ. ബിഗ് ബോസ് ഞാൻ എവിക്റ്റ് ആയി കഴിഞ്ഞപ്പോ ആ വഴക്ക് കഴിഞ്ഞു. എന്റെ ഗെയിമിനെ അവിടെ ഇട്ടിട്ട്. പക്ഷെ അതെല്ലാവരും അങ്ങനെ വേണമെന്നില്ല, അതാണ് മനസ്സിൽ വെക്കുന്നവരുണ്ട്. ഞാൻ മനസ്സിൽ വെക്കാറില്ല. അതേപോലെ ഞാൻ ഇതൊക്കെയാണ് അവളുടെ അടുത്ത് എൻജോയ് ചെയ്യുന്നത്. അമ്മൂന്റെ അടുത്ത് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. മതിയല്ലേ, കറക്റ്റ് അല്ലേ ഇത്? ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഇത് പറഞ്ഞ പോലെയൊക്കെ? ഓക്കെ. അപ്പൊ ഇനി എപ്പോഴും ഇങ്ങനെ കണ്ണേട്ടാന്നായിട്ട് ഇങ്ങനെ കൊഞ്ചി പാറുമായിട്ട് ഇങ്ങനെ അമ്മു ചേച്ചി ശരിക്കുള്ള പേരെന്താ? ആതിര. അമ്മു ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രോ കിട്ടിയത്. അപ്പൊ പിന്നെ ഞാനും അങ്ങോട്ട് അമ്മു ചേച്ചി എന്നാക്കി. ആതിര രതീഷ്. ഇനി അമ്മു ചേച്ചിയോടുള്ള ചോദ്യമാണ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നമ്മൾ ഒരു ക്രഷ് കൂടെ പൊക്കിയല്ലോ, അപ്പൊ അമ്മു ചേച്ചി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടോന്നല്ല, ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഒരു അങ്ങനെ ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. എനിക്ക് ഈ തമിഴ്നാടൻ വിശാലില്ലേ, എനിക്ക് വിശാലിനെ ഭയങ്കര ഇഷ്ടം. അല്ല അങ്ങോട്ട് മാറിയിരിക്കേ. വിശാല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ തന്നെയാണ്. പക്ഷെ നമുക്ക് തമിഴ്നാട് വിശാലിനെ കാണുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ ഉണക്കമുളക് മാത്രല്ല ക്രഷ്. എന്തിന്? അപ്പൊ വിശാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടായിരുന്നു വിശാൽ. ഓക്കെ. അടുത്ത അമ്മൂച്ചിട്ടാണ് ഈ ഇത് ഞാൻ ചോദിക്കുമ്പോ രതീഷന്റെ ഞാൻ ചോദിക്കട്ടെ മനുഷ്യ, നിങ്ങൾ ഇല്ല ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വിഷയമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ മാക്സിമം ഇത് മറ്റേ ആവേശത്തില്. അടുത്തത് ചിച്ചോടാണ്. ഇത് ഞാൻ പറയുമ്പോ രതീഷന്റെ മുഖത്തേക്ക് നോക്കരുത്. പ്രേതത്തിന് വിശ്വാസം ഉണ്ടാ? ആണോ? വിശ്വാസം ഉണ്ട്? പേടിയുണ്ട്? പേടിയില്ല, ചെറുതായിട്ടൊരു വിശ്വാസം. അങ്ങനെ അല്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെന്ന്. രതീഷ് ചേട്ടനോ? നിങ്ങൾ ശരിയാവോ? നിങ്ങൾ അവിടെ നിന്ന് കൃഷ്ണ എന്ന് ഉറക്കം വിളിക്കുമ്പോ പ്രേതമേ എന്ന് പറഞ്ഞ എന്തായാലും പേടിച്ചിട്ടുണ്ടാവും. ഞാൻ മുഴുവൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. നിങ്ങൾ 2 കൂട്ടരും ഇങ്ങനെ വിഷയങ്ങളിൽ വെടിവെച്ചോണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ വൈബർ. ഓക്കെ. പ്രേതത്തിന് വിശ്വാസം പ്രേതത്തിന് വിശ്വാസമൊന്നുമില്ല. പക്ഷെ എനിക്ക് പ്രേതത്തിന് പേടിയാണ്. വിശ്വാസമല്ല, പക്ഷെ എനിക്ക് പേടിയാണ്. ഞാനും കണ്ടിട്ടുണ്ട്. ആരെന്നെയോ? പ്രേതത്തിനല്ല. അതായത് ഞാൻ രാത്രി എഴുന്നേറ്റിട്ടേ ഒരു രൂപമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. വേണ്ട, എനിക്ക് രാത്രി ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാനുള്ള ഞാൻ പറഞ്ഞത് എന്റെ അച്ഛൻ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഒരിക്കലും കണ്ണു തുറന്നപ്പോ ഒരു വൈറ്റ് ആയിട്ട് ഒരു രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ അച്ഛൻ്റെ ഇടയ്ക്കിടയ്ക്ക് അത് വല്ല കൊളക്കോഴി പാസ് ചെയ്തായിരിക്കും. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ എന്റെ അച്ഛൻ അവിടെ കിടക്കുക. ഞാൻ കണ്ടിട്ട് കേട്ടോ രൂപം, വൈറ്റ് രൂപം. എന്റെ മനസ്സിൻ്റെതാണെന്ന് എനിക്കറിയില്ല. വല്ല തോർത്ത് മലക്കായിട്ടായിരിക്കും. പ്രേതമുണ്ട് കേട്ടോ. പോട്ടെ, ആ ക്വസ്റ്റ്യൻ വേണ്ട. നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് സൂചന പ്രേതം എന്നൊരു ശക്തി ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കിടക്കാറില്ല. അത് വിശ്വസിക്കണം, പ്രേതത്തിന് വിശ്വസിക്കണം. ഞാനൊരു രൂപം കണ്ടിട്ടുള്ളത് കാര്യമായിട്ട് പറയാം. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് വിശ്വാസമില്ല. അതേപോലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ട്. വേണ്ട, പിന്നെ പറയാം. ഈ ചോദ്യം കഴിഞ്ഞു, വൃത്തിയുടെ ചോദ്യം. ഇത് വേണ്ട, ഈ ക്വസ്റ്റ്യൻ വേണ്ട. വേണ്ട. എന്തെന്ന് ലൈറ്റ് ആക്കി പറഞ്ഞാൽ മതി. നിർത്തി. ഞാൻ ശിവന്റെ അമ്പലത്തില് വൈകുന്നേരം ശിവരാത്രിയുടെ തലേദിവസമൊക്കെയാണ്. എന്തൊരു ഇതിന്റെ പ്രതിഷ്ഠാദിനോ ശിവരാത്രി. ഈ കഥ അമ്മു ചേച്ചിക്ക് അറിയോ? അപ്പൊ നുണയാണ്. നുണയല്ല, സത്യം. അതായത് ഞാൻ ശിവരാത്രി തലേദിവസം അവിടെ കുരുത്തോല കെട്ടിലും കൊലവാഴ കെട്ടിലും അങ്ങനെ കേട്ട് അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വരുമ്പോ
ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഒരു വയസ്സായ ഒരു സ്ത്രീ രാത്രി 3 മണിക്ക് ഒരു ഫുൾ വൈറ്റ് ആയിട്ടുള്ള മുടി. ഞാൻ പറയാൻ നിങ്ങൾ രണ്ടുപേരും ഞാൻ കണ്ടിട്ടില്ല. പെണങ്ങല്ലേ ഞാൻ പറഞ്ഞോട്ടെ. വൈറ്റ് മുടിയുള്ള ആള് വൈറ്റ് ആയിട്ടുള്ള മുടി നല്ല വെളുത്ത് തുടുത്തിട്ട് കണ്ണാട് ഗോൾഡൻ ഫ്ലേവറുള്ള കണ്ണാട് വെച്ചിട്ട് റെഡ് ഷോള്. അവര് വല്ല പാർട്ടിയും റെഡ് ഷോള് പിന്നെ മറ്റേ വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് വൈറ്റ് ഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഈ ചട്ടയും മുണ്ടൊക്കെ പോലത്തെ ഒരു ഡ്രസ്സിൽ അതേ ഡ്രസ് ഇട്ടിട്ട് ആ അമ്മൂമ്മ ഒറ്റയ്ക്ക് നടക്കുന്നു. കുഴപ്പമില്ല. ഞാൻ 3 മണിക്ക് ഞാൻ ഇങ്ങനെ വണ്ടിയിൽ പാസ് ചെയ്യുമ്പോൾ അമ്മൂമ്മനെ കണ്ടപ്പോൾ ഒരു പ്രത്യേക പ്രകാശം പോലെ എനിക്ക് തോന്നുന്നു. ബാക്കിൽ ലൈറ്റ് അടിച്ചിട്ടുണ്ടോ? അല്ല ഞാൻ കാര്യമായിട്ട് പറയാണ്. ഞാൻ പെട്ടെന്ന് പേടിച്ച് ഞാൻ വണ്ടി തിരിച്ചാലെന്ന് വിചാരിച്ചു. പിന്നെ തിരിച്ചില്ല, ഞാൻ അങ്ങനെ പോയി. പക്ഷെ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോ ഈ ഫേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ അങ്ങനെ ഒരാള് 2 ദിവസം മുന്നേ ആ ഭാഗത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പേടിച്ചാ മതിയാ? അടുത്ത മതി. ഞാൻ കണ്ടിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ പോയിട്ട് ഹായ് പറയണോ? വിശ്വസിക്കണോ? വിശ്വസിച്ച് ഇത് ഇത് സത്യമാണ്. സത്യമായിട്ടും കല്യാണത്തിന് ശേഷം കല്യാണത്തിനൊക്കെ മുന്നേ എന്റെ മക്കളാണ് സത്യം ഞാൻ കണ്ടിട്ടുള്ള. അതെ, ഇതിന് വലിയൊരു സത്യം എനിക്കില്ല. ഞാൻ പറഞ്ഞേ മക്കളാണ് സത്യം ഞാൻ കണ്ടിട്ടുള്ളത്. പ്രേതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്ത്രീ ഒരു 3-4 ദിവസം മുന്നേ അവര് മരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് കേട്ടിട്ടില്ലേ? അതെന്തേ പിന്നെ ഡേറ്റ് പറഞ്ഞിട്ട് പോയാൽ മതി. 2013 ഡേറ്റ് ആവശ്യം, ഇയർ അല്ല. ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. 13/9/2013. വെറുതെ ബാക്കിയുള്ളവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഡേറ്റ് എല്ലാം കൂടി പറയണ എന്തിനാണ്? എങ്ങനെയാ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാറുണ്ടോ? ഗിഫ്റ്റ് തരാറുണ്ടോ? അത് പൂരാച്ചി മനുഷ്യ അത് ഗിഫ്റ്റ് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങയിട്ട മാതിരി മുത്താന്ന് പറയണ്ടല്ലോ. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തൊന്നും സ്നേഹിക്കേണ്ട ആവശ്യമില്ല. മറ്റേ കോളേജ് ഏതായിരുന്നു? ചിന്മയ മിഷനിലെ ആലില കൃഷ്ണനെ ഇങ്ങോട്ട് ഏറ്റെടുത്തു. ഓക്കെ, ബർത്ത്ഡേ ഡേറ്റ് അമ്മ ചോദിച്ചത് എന്ത് വരികയാണെങ്കിലും പുറത്ത് പാട് വരുത്തരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇവിടെ വിചാരിച്ചാൽ എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. അല്ല, ഞാൻ ഒരു ഡേറ്റ് ഓർമ്മ. ഇപ്പൊ ബർത്ത്ഡേ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. അമ്മ ചോദിച്ചത് ബർത്ത്ഡേ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മിക്കില്ല. അപ്പൊ അങ്ങനെ സെലിബ്രേഷൻസ് താല്പര്യമില്ല? താല്പര്യമില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേക്ക് പിടിച്ചോണ്ട്. അപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് പറയണോ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണോ? എങ്ങനെയെങ്കിലും അറിയും. ഞാൻ കേക്ക് എനിക്ക് കല്യാണത്തിന് തന്നെ ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ മറന്നുപോയി. പിന്നെ 2013 അപ്പൊ 13/9/2013 എനിക്ക് നല്ല ഒരു ഓർമ്മയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞതാണ്. പെട്ടെന്ന് എനിക്ക് ഡേറ്റുകളൊക്കെ ഞാൻ മറന്നുപോകുന്ന ഒരാളാണ്. അമ്മ ഇടയ്ക്ക് ചോദിക്കും കണ്ണട നാളത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും എന്താ പ്രത്യേകത, നാളെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച എന്ന് പറയും. ശരി എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അപ്പൊ എനിക്ക് അറിയാം എന്തോ നാളെ ഉണ്ട്. അപ്പൊ ഞാൻ പിറ്റേ ദിവസത്തെ കോളുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കും. അപ്പൊ അവളുടെ അമ്മ ഒക്കെ വിളിക്കും. അമ്മയുടെ അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഏകദേശം ധാരണ കിട്ടില്ല. ഇന്ന് നിന്റെ പിറന്നാളായിരുന്നല്ലേ, ഞാൻ സസ്പെൻസ് തരാൻ വേണ്ടിട്ട്. കല്യാണം കഴിച്ച് ഇന്റർവ്യൂ തുടങ്ങിയപ്പോ തൊട്ട് മുത്താണ് സത്താണ് കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പറയാ എന്നോട് വന്ന് ചോദിക്കും ഡേറ്റ് എന്താ വിശേഷം എന്ന്. അപ്പൊ എന്താ ഇങ്ങനെ പറയും. എന്നിട്ട് പിറ്റേ ദിവസം ഇരുന്നിട്ട് പറഞ്ഞ കോള് മുഴുവൻ ഞാൻ ശ്രദ്ധിക്കും. അതിന്ന് മനസ്സിലാക്കും. മറ്റേ ക്ലിൻഡൻ മറ്റേ ഭയങ്കര സംഭവമാണല്ലോ ഉക്രാനോട് പോകുമ്പോൾ മാതിരി കോളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ട് കേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ തന്നെ എന്റെ പിറന്നാൾ മറക്കുന്ന ഒരാളാണ്. അതേപോലെ അമ്മൂന്റെ പിറന്നാൾ. ഇന്നെന്താ ഡേറ്റ്? ഇന്നെന്താ ഡേറ്റ്? ഇന്നിപ്പോ 14. എന്താ വിശേഷം? ഇന്ന് ചായ ടോക്സ് വിത്ത് വൈബർ ഗുഡ്. അതെ, ഇനി അടുത്ത കൊല്ലം ചോദിക്കുമ്പോ ഇനോഗ്രേഷൻ ചെയ്ത് എന്നെ വെച്ചിട്ടാ വെച്ചിട്ട് കേട്ടായിരിക്കട്ടെ എന്റെ ഉണ്ണിക്ക്. അല്ലേ? അല്ല പിന്നെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ മറക്കരുത്. അപ്പൊ നേരത്തെ പറഞ്ഞ മറക്കരുത്. ഞാൻ രക്ഷപ്പെടുമ്പോ എന്നെ മറക്കരുത്. നല്ല നിലനിൽക്കുമ്പോ മറക്കരുത്. ഓക്കെ, ഉറപ്പായിട്ടും. നമുക്ക് മറ്റേ ഫ്ലെക്സ് ബോർഡ് വെക്കാം തൃശ്ശൂര്. ബിഗ് ബോസിൽ പോയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ ഒരു മൊമെന്റ് അത് ലാലേട്ടന് അടുത്ത് നിൽക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് ഫീൽ ചെയ്യണം. ലാലേട്ടനായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയുള്ളതാണ്. അതായത് ഞാൻ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആദ്യം കേറുമ്പോ ലാലേട്ടനെ സംസാരിച്ചു, ഔട്ടായതിനു ശേഷം ലാലേട്ടനായിട്ട് സംസാരിച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 50ാം എപ്പിസോഡ് ഗസ്റ്റ് ആയിട്ട് പോയിട്ട് ഗസ്റ്റിനെ കയറി അവർ എവിക്ട് ചെയ്തു. എവിക്ട് ചെയ്തപ്പോ ഞാൻ ലാലേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം ലാലേട്ടനായിട്ട് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റി. പ്രത്യേക തരം അതെ ഒരു വൈബാണ്. അതെ ഒരു ഭയങ്കര എനർജിയാ, ഭയങ്കര അതായത് ലാലേട്ടൻ സത്യം പറഞ്ഞാൽ ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോലെ ആ ഒരു എനർജിയാ. ലൈക്ക് ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല, പക്ഷെ നിൽക്കുമ്പോൾ മൊത്തം ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, നിൽക്കുമ്പോ ആ ഒരു പോസിറ്റീവ് ഓറ നമുക്ക് ഭയങ്കര ഒരു നമുക്കിപ്പോ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, അത് ഫീൽ ചെയ്യണം ശരിക്കും, അത് ഭയങ്കര ഒരു ഇതാ. അതേപോലെ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ ലാലേട്ടൻ നമ്മളെക്കാട്ടിലും ചെറുപ്പായിട്ട് വരികയാണ് കാണുമ്പോഴൊക്കെ. അതെ, ക്യൂട്ടായിട്ടും ആള് ലൈക്ക് അങ്ങനെ ഒരു ഇതില് ക്യാരക്ടർ ആണെങ്കിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ ലൈക്ക് എന്താ പറയാ, ആ ഒരു മൊമെന്റ്സ് ഭയങ്കര നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ലാലേട്ടനൊപ്പം ഒരു ഒറ്റ സീൻ ഷെയർ ചെയ്യണം ആഗ്രഹം. ഒരു സിനിമയിൽ ഒരു സീൻ ലാലേട്ടനൊപ്പം അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കേട്ടിട്ട് ലാലേട്ട എന്നെ വിളിക്കണം, മോനെ നീ അടുത്ത പടത്തിൽ അഭിനയിക്കപ്പാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പൊസിഷനിലായ വൈബർ പിന്നെ ആരോ. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എന്ന് വെച്ചാൽ സമയം പോയതേ അറിഞ്ഞില്ല. ലൈക്ക് ഇങ്ങനെ ഒരു ഫാമിലി കുറെ നാൾക്ക് ശേഷം വന്ന് കൂട്ടുകൂടി കുറെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും കുറെ സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഇനിയും നമുക്ക് മീറ്റ് ചെയ്യാം, ഇനിയും ഒരുപാട് പുതിയ പുതിയ വിശേഷങ്ങൾ നമുക്ക് എന്താ പറയാ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, കാരണം എന്താ പറയുക, ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു ഫ്രീഡം തോന്നിയൊരു ഷോ എനിക്ക് ദേവുവിന്റെ ഷോ ആണ്. ദേവുവിനെ ഞാൻ ഇത് ദേവുവിനെ എടുത്തുകൊണ്ട് പറയില്ല, ദേവുവിനെ കാണുമ്പോ എന്റെ വല്യമ്മയുടെ മക്കളുണ്ട്, ഞാൻ പേടിച്ചു കഴിഞ്ഞാൽ വല്യമ്മ ഓർമ്മ പറഞ്ഞില്ലേ, അതായത് എന്റെ സിസ്റ്റർ അങ്ങനെയൊക്കെ ആ ഒരു ഫീലാണ് എനിക്ക്. ഭയങ്കര സ്വാതന്ത്ര്യം, നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന പോലെയാണ്. രതീഷ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവൻ നമ്മൾ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ട്. ഇപ്പൊ ഞാൻ അന്ന് മെസ്സേജ് ഇടും, ചേച്ചി ഇത് അറിയരുത് കൊണ്ട് കുറെ കാര്യങ്ങൾ. എന്നിട്ട് എനിക്ക് ഏറ്റവും ചിരിച്ചേതാണെന്നറിയാമോ, ഇങ്ങനെ കോളേജിലെ കാര്യങ്ങൾ പറഞ്ഞു, ക്രഷിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ശ്രീകൃഷ്ണൻ എന്നാ പറയണേ. എന്നിട്ട് അവസരം പറയാ ഇതൊക്കെ ഉള്ളൂന്ന് തോന്നണു, എനിക്ക് തോന്നണില്ല ഇതൊക്കെ ഉള്ളൂന്ന്, ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. മറ്റേ ശ്രീകൃഷ്ണൻ അതെനിക്ക് ഭയങ്കര രസം തോന്നി, കാരണം ഭയങ്കര ലൈറ്റ് ആയിട്ട് ആളെടുക്കുന്നത്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ വെറുതെ തട്ടിക്കൂട്ട്. ഞാനത് പ്രേക്ഷകരോട് പറയാണ്, ദേവു ഈ ചായ് ടോക്സ് വിത്ത് വൈബർവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെയധികം സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സീരിയസ് അപ്രോച്ച് നേരിട്ട് കണ്ടറിഞ്ഞ ഒരാളാണ് ഞാൻ. കാരണം എത്രയോ ദിവസങ്ങൾ, ഇപ്പൊ നമ്മൾ ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്ത ഷോ ആണ്. ഈ ഒരു മാസത്തില് 20 ദിവസമെങ്കിലും ദേവു എന്നെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴൊക്കെ വിളിച്ചു സാധാരണ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെയെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, എങ്ങനെയെങ്കിലും ഒരു പ്രോഗ്രാം തട്ടിക്കൂട്ടുക, എന്നിട്ട് എങ്ങനെയെങ്കിലും ആ പ്രോഗ്രാം ഒന്ന് ഹൈപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് നോക്കുന്ന ആ വേളയിൽ തട്ടിക്കൂട്ടിയിട്ടുള്ള ഷോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനമാണല്ലോ. അതാണ് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളെ സ്റ്റഡി ചെയ്യണം. അത് സ്റ്റഡി ചെയ്യുന്നതിന്റെ രീതി എങ്ങനെ അറിയും, നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ 10-20 ദിവസം വെറുതെ വിളിക്കും, എത്രയോ പ്രജകളെ പോലെ എന്നെ വെറുതെ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് കുറെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിൽ നിന്ന് ക്യാച്ച് ചെയ്തെടുത്ത സാധനങ്ങളൊക്കെ ഇപ്പോ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം ഈ ഷോനെ സീരിയസ് ആയിട്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാവരും അതായിട്ടാ ഇപ്പൊ നടക്കുന്നതാണ്. പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ തട്ടി കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു പ്രോഗ്രാം എടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള ഒരു സാധനം അല്ല ദേവു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവു ഈ ഷോനെ ഒരു സീരിയസ് പ്രേക്ഷകർ തീർച്ചയായിട്ടും കാണും. ഈ ചായ് വൈബർവുഡ് ഉയരങ്ങളിലെത്തും, 100% ഉറപ്പാണ്. പിന്നെ വേറെ കണ്ടത് എന്നെ തന്നെ ഫസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ, വരാനുള്ള വഴി തങ്ങലല്ലോ. അല്ല ഞാൻ പറയട്ടെ, അവിടെ ദേവു ഒരു പ്രത്യേകത കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു റീച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവുന്ന ഒരാള്, യൂട്യൂബിൽ ആക്റ്റീവ് ആവുന്ന ഒരാള്, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആവുന്ന ഒരാളൊക്കെ വിളിച്ച് വേണമെങ്കിൽ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാം. അവരുടെ റീച്ചും കൂടി നമുക്ക് കിട്ടും. ഞാൻ നിങ്ങൾ പ്രേക്ഷകർ എന്റെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള എന്ത് നോക്കിക്കോളൂ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. എന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളെ പിടിച്ച് ഇവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു ഷോ ഫസ്റ്റത്തെ ഒരു എപ്പിസോഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദേവു അത്
ഹാൻഡ്സ് ഓഫ്. കാരണം എന്താ അറിയോ, ദേവു റീച്ച് അല്ല. നമ്മൾക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമ്മൂന്റെ അടുത്ത് പറഞ്ഞു, ദേവു എന്താ വെച്ചിട്ടാണ് എന്നെ വെച്ചിട്ടൊക്കെ ഫസ്റ്റ് ഇന്റർവ്യൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. ആ കുട്ടിക്ക് ആ ഫസ്റ്റ് പ്രോഗ്രാമാണ്, ആ കുട്ടിക്ക് അത് റീച്ചിലേക്ക് എത്തിക്കും. എന്റെ പ്രേക്ഷകർ കിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് ഞാനൊരു മറ്റേ റീച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ റീച്ചുള്ള ഒരാളല്ല. ബിഗ് ബോസിലൂടെ തന്നെ എല്ലാവരും അറിയാം. പക്ഷെ ദേവു എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നല്ല കുട്ടി നോക്കുന്നത്. കുട്ടി ആ പ്രോഗ്രാം, ദേവു ആ പ്രോഗ്രാം ഹൈപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദേവു എന്നെ അപ്രോച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അത് മാത്രമാണ് ദേവു നോക്കിയിട്ടുള്ളത്. അല്ലേ? ആ ഒരു പ്രോഗ്രാം ഷോ നല്ല രീതിയിൽ പോവാ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊസിഷൻ ഓക്കെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, നമുക്ക് പൊസിഷൻ വരുന്നു. അതിനേക്കാൾ ഉപരി ഒരു ക്യാരക്ടർ, ഒരു സോൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ, ആ ഒരു സംഭവങ്ങളാണല്ലോ കൂടുതലും ഒരു വ്യക്തിയെ സൗന്ദര്യമുള്ള ഇതിലേക്ക് ആക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. പിന്നെ കുറച്ചും കൂടി സെലക്റ്റീവ് ആവുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളിടത്ത്, കണക്ഷൻ ഉള്ളവർക്ക് നമുക്ക് എന്തും സംസാരിക്കാം. അവിടെ അയ്യോ സോറി കേട്ടോ എന്ന് പറയേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ തമാശകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഞാൻ തമാശ പറഞ്ഞ് ചിരിച്ചിട്ട് കാര്യമില്ല. അത് രതീഷന് തമാശയായിട്ട് തോന്നിയില്ലെങ്കിൽ ഞാൻ അവിടെ സോറി പറയേണ്ടി വരും. അത്രയ്ക്ക് വേണ്ട. ഞാൻ ബൂസ്റ്റേ കുടിക്കാറുള്ളൂ. അതെ അത് നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കും പറയാ. അങ്ങനെ കണക്ഷൻ ഉള്ളവരായിട്ട് ആകുമ്പോഴേ നമുക്ക് പരിപാടി നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്ത് എൻ്റെ ഒരു എന്താ പറയാ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ബട്ട് ഐ എം സോ ഹാപ്പി, സോ ഹാപ്പി. കാരണം കുറേ സംസാരിച്ചു, കുറേ ചിരിച്ചു. ആ ഒരു സമയം ഭയങ്കര പോസിറ്റീവ് എനർജി, ഭയങ്കരമായിട്ട് സംഭവങ്ങൾ അറിയാനും പറ്റി. എൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട്ടും ഷെയർ ചെയ്തു. അപ്പൊ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തു ഭംഗി നിന്നെ കാണാൻ അമ്മു ചേച്ചിക്ക് ഒരു പാട്ട് പാടി കൊടുക്കുവോ? അമ്മു ചേച്ചിക്ക് എന്ത് പാട്ട് പാടി കൊടുക്കണം? എല്ലാ ദിവസവും ഞാൻ പാടി പെടുത്തിരിക്കാതെ എല്ലാ ദിവസവും പാട്ട് പാടിയിട്ട് ഒന്ന് നിർത്തും മനുഷ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്ത് പാട്ട് പാടി കൊടുക്കാം? അങ്ങനെ ചുമ്മാതെ. അമ്മു ചേച്ചി പാടുവോ? ഒരു പാട്ട് പാടില്ലേ അവള്? പക്ഷെ ഇവളെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് കഴിഞ്ഞാൽ പാടാറില്ല. ഞാൻ ഇതുവരെ കേട്ടില്ല അവള് പാടാ. അല്ല, പാടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടിപ്പിച്ചു കഴിഞ്ഞാൽ ദേവ് എന്ത് പറയുന്നു അത് ഞാൻ ഇപ്പൊ ചെയ്യും. പാടിപ്പിച്ചു കഴിഞ്ഞാൽ ദേവ് എന്ത് പറയുന്നു അത് ഞാൻ ഇപ്പൊ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. പാടിപ്പിച്ചു നോക്ക്. അത് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് വീടിന്റെ ആധാരം ചോദിച്ചാലും പേടിച്ചിട്ട് മനുഷ്യനപ്പം അങ്ങനെ പറയണ. ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കത്. ഓക്കെ, അപ്പം വൈൻഡ് അപ്പ്. പാടുന്നില്ലേ? അല്ല, അടുത്ത തവണ പാടിക്കാം. ഞാൻ എഴുതി കൊടുക്കാം. ഞാൻ തോറ്റിട്ടില്ല. ഞാൻ അമ്മു ചേച്ചി ഞാൻ സേവാക്കി പാട്ട് പാടില്ല മോളെ. ഡാൻസ് ചെയ്യോ? ആ, പിന്നെന്താ കുഴപ്പം? അതിന് വീട്ടില് വല്ലപ്പോഴും വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടായില്ല. അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായി പറഞ്ഞ മാതിരി? ഇല്ല, പറ്റില്ല. അത് ഡാൻസ് ഒക്കെ ചെയ്താൽ ഈ പാത്രം ഇത്തിരി തുറന്നു വെച്ചെന്നൊക്കെ പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കിയാ പിന്നെ അത് കാവടി തുള്ളാൻ നേരം ഉണ്ടാവുള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വിശേഷങ്ങൾ ഇനിയും വരുന്നുണ്ട്. അതിലൂടെ ചെറിയൊരു കഥ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാം. അതായത് ഒരു ആനയും പട്ടിയും പ്രഗ്നൻ്റ് ആയി. ഓക്കെ, പട്ടി പ്രഗ്നൻ്റ് ആയി, പട്ടി പ്രസവിച്ചു, ബേബി ഉണ്ടായി, പിന്നെയും പ്രഗ്നൻ്റ് ആയി ബേബി, പിന്നെ പ്രഗ്നൻ്റ് ആയി ബേബി. ആനയുടെ മാത്രം കുട്ടി വരണില്ല, ടൈം എടുക്കും, 18 months സംതിങ് ലൈക്ക് ദാറ്റ് ആണ്. അപ്പോൾ പട്ടി വന്നിട്ട് ആനോട് ചോദിച്ചു, നീ എന്താ ഇത്, ഞാനിപ്പോൾ ഇത്രയും പ്രസവിച്ചുള്ളൂ, നീ എന്താ പ്രസവിക്കാത്ത, എന്താ ഇത്ര ടൈം എടുക്കണം എന്ന് വെച്ചപ്പോൾ ആന പറഞ്ഞു, എനിക്ക് അങ്ങനെ 18 months കൂടുമ്പോഴാണ് എനിക്ക് പ്രസവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പ്രസവിച്ച് ഇടുന്ന ആ ആനക്കുട്ടിയെ പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോൾ 4 ആൾക്കാർ നോക്കും, അവന് വേണ്ടി വഴി മാറി കൊടുക്കും. അപ്പോൾ
വി ഹാവ് ടു ഡു സംതിങ് ബിഗ്. Yeah. അത് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ആരൊക്കെ പുറകിൽ നിന്ന് കുത്തിയിട്ടാണെങ്കിലും തോറ്റിട്ടാണെങ്കിലും കീപ്പ് ഓൺ ട്രൈങ് ഗൈസ്. അങ്ങനെ ഈ ആനയുടെ കഥ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. കാരണം തക്കിടി കിറ്റിൽ ഇങ്ങനെ കുഞ്ഞു സാധനങ്ങൾ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ബിഗ് ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ടൈം എടുത്തിട്ട് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആനയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ ഫ്ലോറിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൊണ്ട് വഴിമാറി തരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ തിങ്ക് സംതിങ് ബിഗ് ആൻഡ് വർക്ക് ഹാർഡ്. ഗുഡ് വൈബ്സ്. താങ്ക് യു സോ മച്ച്.